വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സകല മഹത്വവും പുകഴ്ചയും നമുക്ക് ഒരുമിച്ച് തിരുപാദപീഠത്തെങ്കിൽ അർപ്പിക്കാം. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യൻ, അവിടുന്ന് വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവം. ആ സന്നിധിയിൽ അടുത്തു വരുന്നതും ആ സാന്നിധ്യം അനുഭവിക്കുന്ന എല്ലാം ഒരു ഭാഗ്യാവസ്ഥയാണ്. അങ്ങനെ കർത്താവ് നമ്മെ നടത്തട്ടെ. നിങ്ങളുടെ ഉത്സാഹവും വചനത്തോടുള്ള താല്പര്യവും ഒക്കെ കർത്താവ് നിലനിർത്തട്ടെ. കൂടുതൽ നിങ്ങളെ ഓരോരുത്തരെയും ദൈവവചനത്തിൽ മുന്നേറുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ കാര്യത്തിൻ്റെ തുടർച്ച തന്നെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതായത് ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന വിഷയം. ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് ബൃഹത്തായൊരു വിഷയമാണ്. ആ വിഷയത്തിലേക്ക് ദൈവമക്കൾ കടക്കേണ്ടതുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ് ലേഖനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ലേഖനങ്ങളിലൊക്കെ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളെക്കുറിച്ചും അതുപോലെ തന്നെ അവർ ദൈവജനത്തിന് കൊടുക്കുന്ന കൽപ്പനകളുണ്ട്, അല്ലെങ്കിൽ ദൈവജനം എങ്ങനെ നടക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ അവർക്ക് മുന്നറിയിപ്പുകളും കൊടുക്കുന്നുണ്ട്. മുന്നറിയിപ്പുകളും പൗലോസ് ലേഖയാണെങ്കിൽ പല സമയത്തും കരഞ്ഞുകൊണ്ടൊക്കെയാണ് പറയുന്നത്. നമ്മുടെ വിരുദ് തെറ്റിക്കാൻ പാകത്തിന് ക്രൂശിൻ്റെ ശത്രുക്കൾ ചുറ്റോട് ചുറ്റുമുണ്ട്. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. സാത്താൻ തന്ത്രശാലിയാണ്. അവൻ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരും. അതായത് ഏതെങ്കിലും കറുത്ത ഉപ്പായോട്ടോട് വരും എന്നല്ല പറഞ്ഞത്, മനസ്സിലാക്കിക്കൊള്ളുക. അവൻ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരും. ഏത് വിധത്തിലും നമ്മുടെ വിരുദ് തെറ്റിച്ച് കളയുവാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങൾ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ദൈവദാസന്മാരെ കൊണ്ട് ദൈവം പല കാര്യങ്ങളും ഗൗരവമായി സംസാരിപ്പിക്കുന്നത്. സൗരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതുപോലെ ഒത്തുകൂടി ആ മെസ്സേജ്, പിന്നത്തേതിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞ് സൺഡേയിലും പ്രസംഗിച്ചു. സൺഡേയിലും ഞാൻ ദൈവവചനം പങ്കുവച്ചിരുന്നു. അതും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച ആ മെസ്സേജിനെ കുറിച്ച്, അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച്, അതിൻ്റെ ആഴം എന്താണ്, അതിൻ്റെ ഗൗരവം എന്താണെന്ന് നമ്മുടെ ഈ കൂട്ടത്തിൽ വരുന്നതും അല്ലെങ്കിൽ കേൾക്കുന്നതും ഒക്കെയായ ഒരേ ഒരു വ്യക്തിയോട് മാത്രം ഞാനൊരു ചോദ്യം ചോദിച്ചു. അതായത് അതിൻ്റെ ഉള്ളടക്കം എനിക്ക് പറഞ്ഞു തരണം, കേട്ട കാര്യത്തിൻ്റെ ഗൗരവം എങ്ങനെയാണ് ഗ്രഹിച്ചിരിക്കുന്നത് എന്ന കാര്യം എന്നെ ധരിപ്പിക്കണമെന്ന് പറഞ്ഞു. മനോഹരമായ നിലയിൽ ആ വ്യക്തി എന്നെ ആ കാര്യങ്ങളെ അറിയിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. വേറെ ആരോടൊന്നും ഞാൻ ചോദിച്ചില്ല. വേറെ ആരും എന്നോടും ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ വന്നതാണല്ലോ, ഞങ്ങളൊക്കെ കേട്ടതാണല്ലോ. ഇനിയിപ്പോൾ എന്ത് പറയാനാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ എനിക്കൊരു കൊച്ചു നൊമ്പരമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ആളുകൾ അത് കേട്ടുള്ളൂ. 500-600 പേരൊക്കെയാണ് അതിൻ്റെ കേൾവിക്കാരായിട്ടുണ്ടായത്. അതേസമയം നെക്സ്റ്റ് ഡേ സൺഡേയിൽ പ്രസംഗിച്ച പ്രസംഗം, അതാണെങ്കിൽ ഞാൻ വളരെ ഓടിക്കതച്ച് തത്രപ്പെട്ടു വന്ന് പ്രസംഗിച്ചൊരു പ്രസംഗമാണ്. ആ പ്രസംഗം നമ്മൾ ഇതുവരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിനേക്കാളും ഏറ്റവും അധികം ആളുകൾ കണ്ട പ്രസംഗമാണ്, അല്ലെങ്കിൽ കേട്ട പ്രസംഗമാണ്. ഏതാണ്ട് 3.6K ആളുകളാണ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അത് ഇന്ന് ശനിയാഴ്ച ആയപ്പോഴത്തേക്കും 3.6K ആളുകൾ കണ്ടു അല്ലെങ്കിൽ കേട്ടു. അപ്പോൾ പാസ്റ്റർക്ക് സന്തോഷമില്ലെന്ന് ചോദിച്ചാൽ അത്ര വലിയ സന്തോഷമൊന്നുമില്ല. കാരണം അത് ഒരു പൊതുലോകത്തോട്, വിശേഷിച്ച് എപ്പിസ്കോപ്പൽ സഭകളിലുള്ള ആളുകളൊക്കെ കേട്ട് ശ്രദ്ധിച്ച് എന്തെങ്കിലും ശരിയായ വഴിയിൽ വരുവാണെങ്കിൽ വരട്ടെ എന്നുള്ളതാണ് ആ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം. അതേസമയം സാറ്റർഡേ നമ്മൾ പറഞ്ഞ പ്രസംഗം അത് വളരെ സീരിയസ് ആയൊരു മെസ്സേജാണ്. അതാണ് ദൈവമക്കൾ കേൾക്കേണ്ടത്. അതാണ് ജനം തിരിച്ചറിയേണ്ടത്. അത് കേട്ടെങ്കിൽ, അത് ഗ്രഹിച്ചെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം ഗൗരവമുള്ളതാണ്. ഒരു നടുക്കം ഉണ്ടാകും, ഒരു നടുക്കം. ആ നടുക്കമാണ് ആരെങ്കിലുമൊക്കെ പങ്കുവയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരനക്കം ഉണ്ടായില്ല. ഞങ്ങളിതൊക്കെ എത്ര കേട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. നിങ്ങളെന്താ വലിയ പുതുമയല്ലോ പറഞ്ഞോ? ഞങ്ങളിതൊക്കെ എത്രയോ വട്ടം കേട്ടിട്ടുള്ളവരാ. വിശേഷിച്ച് അങ്ങനെ അധികമൊന്നും പറയേണ്ടതില്ല എന്നുള്ളതാണ് പലരും ചിന്തിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ രാത്രിയിലാണെന്ന് തോന്നുന്നു ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട ചിന്തകൾ എൻ്റെ മനസ്സിൽ കിടന്നു. ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട ചിന്തകൾ, ആ ചിന്തകളുമായി ബന്ധപ്പെടുത്തി ഞാൻ ഒരു 3-4 ഞാനൊരു 3 വാക്യത്തോളം ഒരു
ഒരു 4-5 പേർക്കോ അയച്ചു. അതിൽ എന്താ 1-2 പേർക്ക് ഞാൻ അപ്രതീക്ഷിതമായി കൈ തട്ടിപ്പോയി എന്ന് പറഞ്ഞ പോലെ, അവർക്ക് അയക്കാൻ പ്ലാൻ ഉണ്ടായതല്ല, അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ടായില്ല, പക്ഷെ അവർക്കും അത് പോയി. പിന്നെ ഞാൻ ക്ഷമാപണം നടത്തി, സോറി, ഞാനത് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, വേറെ വഴിക്ക് വിട്ടതാണ്, പക്ഷേ അത് നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെട്ടു. ഞാൻ ആ അയച്ച ആളുകളോട് അതിൻ്റെ അടിയിൽ പറഞ്ഞിരുന്നു, ഈ 3 വാക്യത്തിൻ്റെയും ബന്ധം, അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ആഴം എന്നെ പറഞ്ഞു കേൾപ്പിക്കണം, അതിൻ്റെ പൊരുൾ തിരിച്ചു തരണമെന്ന് പറഞ്ഞു കേൾപ്പിച്ചിരുന്നു. ജസ്റ്റ് ഒരു 4 ആളുകളോട്. അതിൽ കൂടുതൽ ആളുകളോടൊന്നും ഞാൻ, ഇവിടെ ഇരിക്കുന്ന പലരും ഇപ്പോൾ ഓർക്കുകയാണ് ഞങ്ങൾക്കൊന്നും അയച്ചു തന്നില്ലെന്ന്. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ പ്ലാനില്ല. എന്നാൽ ഉള്ളിലിങ്ങനെ കിടന്നൊരു തിരത്തള്ളൽ വന്നപ്പോഴാണ് ഒരു 4 പേർക്ക്, അവർ തിരിച്ചൊന്നും പറയില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ 3 വാക്യങ്ങളെ കോട്ട് ചെയ്ത്. ആ 3 വാക്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രസംഗ വിഷയം. അതങ്ങനെ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നൊക്കെ ആരംഭിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഒരു പ്രസിദ്ധനായ പ്രഭാഷകൻ്റെ പ്രസംഗമൊക്കെ കേൾപ്പിച്ച് അദ്ദേഹം അല്പം പ്രോസ്പെരിറ്റിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അപ്പസ്തോലികമായ ഉപദേശം പുറത്തെടുത്തു. നമ്മുടെ മലയാളക്കരയിലെ ഉപദേശി അല്പം പ്രോസ്പെരിറ്റിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാക്ഷാൽ പൗലോസ് ലീഗയെ മുൻപിൽ കൊണ്ടുവന്നു. പരിശുദ്ധാത്മ നിറവിൽ പൗലോസ് ലീഗ തിമത്തിയോസിന് എഴുതിയ ലേഖനത്തിൻ്റെ അവസാന അധ്യായം കൺക്ലൂഡ് ചെയ്യാൻ പോവുക. ഒന്നാമത്തെ ലേഖനം. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ തിമത്തിയോസ് എഫെസോസിലെ മൂപ്പനായിട്ടിരിക്കുകയാണ്, ബിഷപ്പായിട്ട് അധ്യക്ഷനായിട്ടിരിക്കുന്ന കാലമാണ്. വലിയ സ്ട്രഗിളിലൂടെ തിമത്തിയോസ് കടന്നു പോവുകയാണ്, വലിയ സ്ട്രഗിളിലൂടെ. എഫെസോസിലെ സഭയുടെ അധ്യക്ഷനായിട്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ആ സമയത്ത് തിമത്തിയോസിനെ ബലപ്പെടുത്തുകയാണ് പല കാര്യത്തിലും. അങ്ങനെ എഴുതിയ ലേഖനമാണ്, ഒരു ഇടയ ലേഖനം തന്നെയാണ് തിമത്തിയോസിൻ്റെ ലേഖനം. അങ്ങനെ തിമത്തിയോസിനോട് പറഞ്ഞ് ഇഹലോകത്തിലേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും തിരിച്ചു കൊണ്ടുപോകാനൊന്നും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി വളരെ ഗൗരവമായിട്ടൊരു സെൻറ്റൻസ് കൂട്ടിച്ചേർത്തു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം. ഞാൻ ഈ തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്നൊക്കെ 7 പണ്ടേ പുറത്തു വരാൻ ആഗ്രഹിച്ച ആളാണ്. കഴിഞ്ഞ ആഴ്ചയൊന്നും ഞാൻ തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് ഒരു അക്ഷരം പറയാനും പ്ലാൻ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കേണ്ട കാര്യത്തിൻ്റെ തലക്കെട്ടും കാര്യങ്ങളുമൊക്കെ അതിന് മുൻപുള്ള ആഴ്ചയിൽ സൂചന തന്നിരുന്നു, ഇതിൻ്റെ വിശദീകരണത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നതെന്ന്. അങ്ങനെ പോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഉത്സാഹിച്ചിരുന്നത്. പക്ഷെ കഴിഞ്ഞ ആഴ്ച മെസ്സേജ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ തിമത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിൽ ഈ വാക്യത്തെ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുമ്പാകെ ഒന്ന് ഉയർത്തി. ഈ വാക്യം അനേകർക്ക് അസ്വസ്ഥതയുണ്ടാക്കി. നമ്മുടെ 3-4 ആഴ്ചത്തെ പ്രസംഗങ്ങൾ പല പ്രിയപ്പെട്ടവരും അത് ഒരു വിഷമത്തിലൂടെയാണ് അത് കേട്ടത്. അതായത് നമ്മുടെ ഇവിടെ വന്നിരുന്ന് കേൾക്കുന്നവരല്ല, അല്ലാതെയൊക്കെ കേൾക്കുന്നവരായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കാം. അത് ഇവിടെ വന്നിരിക്കുന്നവരാണെന്നും അറിയില്ല. എങ്ങനെയാണേലും ആളുകൾക്ക് വേറെ എന്തെല്ലാം കാര്യം ബൈബിളിൽ നിന്ന് പ്രസംഗിക്കാനുണ്ട്, 4 ആഴ്ചയോ എന്ത് ഭ്രാന്ത എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. 4 ആഴ്ച അങ്ങനെ ഒരു പ്രസംഗമുണ്ടോ? സത്യമോ സഹോദരങ്ങളെ, അങ്ങനെ 4 ആഴ്ചയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങൾ ആളുകൾ കേൾക്കാൻ ഉത്സാഹിക്കാത്തതിൻ്റെയും ശ്രവിക്കാത്തതിൻ്റെയും ഇൻട്രസ്റ്റ് ഇല്ലാത്തതിൻ്റെയൊക്കെ കാരണം ഒന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം ഓടാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ തമ്പുരാൻ എന്നെ ഓടാൻ അനുവദിച്ചില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ചിന്തയും പ്ലാനും ഇല്ലാതിരുന്ന എന്നെ 3 ന്യായവിധികളുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി. 3 ന്യായവിധികളുടെ ആഴങ്ങളിലേക്ക്, അല്ലേ? 3 ന്യായവിധികളുടെ ആഴം. അതങ്ങനെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കൊരു സെൻറ്റൻസ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളാരും അത് ശ്രദ്ധിച്ചു കാണില്ല, ഒരു അഹങ്കാരം പോലെ വേണേൽ തോന്നിപ്പോവും. അങ്ങനെ ആർക്കും തോന്നിയെന്ന് എനിക്കറിയില്ല, അധികം ആരും ശ്രദ്ധിച്ചും കാണില്ല. പക്ഷെ ഞാൻ ആ പറഞ്ഞ സെൻറ്റൻസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ നിലയിൽ കേട്ടിട്ട് നിങ്ങളിൽ എത്ര പേര് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങി തിരിച്ചു? വേണ്ട, വിശ്വാസ സ്നാനത്തിന് മുമ്പ് അത്രയൊന്നും കേൾക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതിന് ശേഷം നിങ്ങൾ എപ്പോൾ കേട്ടു, ഏത് നിലയിൽ കേട്ടു എന്നൊക്കെ ഞാൻ ചോദിച്ചു കളഞ്ഞു. അത് പുതുതായിട്ടൊക്കെ ഒരാൾ കേൾക്കുകയാണെങ്കിൽ നിശ്ചയമായി അവർ പറയും, ഇങ്ങേര് നല്ല അഹങ്കാരിയാണ്, വേറെ എങ്ങും ആരും ഇതൊന്നും പറയുന്നില്ലേ, ഇങ്ങേര് മാത്രമാണ് ഇതൊക്കെ പറയുന്നുള്ളൂ എന്നൊരു ചോദ്യം വരാം.
പക്ഷെ ഞാൻ സ്വാതന്ത്ര്യത്തോടെ നിങ്ങളോട് ആ കാര്യം പറഞ്ഞു, ഒന്നുകൂടെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പാകെ തുറന്നു കൊണ്ടുവരുമ്പോൾ വളരെ ജാഗ്രതയോടെ നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ കാണേണ്ടതുണ്ട്. അനേകർക്ക് ദൈവവചനം ഗ്രഹിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അവരെവിടെയായിരുന്നു, അവർ രക്ഷിച്ച വിധം എങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഗ്രഹിക്കാതെയാണ് അനേകർ പെന്തിക്കോസിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പെന്തിക്കോസ്റ്റ് മീൻസ് ദൈവരാജ്യത്തിലെ സഞ്ചാരം. ദൈവരാജ്യത്തിലെ സഞ്ചാരം. പലരും ഉത്സാഹത്തിലല്ല, പലരും സന്തോഷത്തിലല്ല, ആനന്ദത്തിലല്ല. ക്രിസ്ത്യ ജീവിതം ആനന്ദ ജീവിതമാണ്. പലരും നിരാശയിലാണ്. കാരണം എന്നാ? ഈ കാര്യങ്ങളെ ഗ്രഹിച്ചിട്ടില്ല. ഈ കാര്യത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭയാനകമായ ന്യായവിധി, നോഹയുടെ കാലത്ത് സംഭവിച്ച ന്യായവിധി, പിന്നീട് നോഹയുടെ ലൈഫ്, പിന്നീട് നോഹയുടെ ലൈഫ്, തൻ്റെ കുടുംബം, അവരുടെ ഉത്തരവാദിത്വം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു കളഞ്ഞത്. വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു കഴിഞ്ഞത്. പിന്നീട് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ കർത്താവ് ഗെത്സമനയിൽ നിന്ന് ഗോൽഗോഥായിലേക്ക് പോയ കാര്യം പറഞ്ഞു. അതിൻ്റെയൊക്കെ ആഴവും ഗൗരവവും ഭയങ്കരമാണ് സഹോദരങ്ങളെ, ഭയങ്കരമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ അവരുടെ മുമ്പാകെ നിശ്ചയമായും ഏതൊരു ശുശ്രൂഷകനും 2 കൊരിന്ത്യർ ലേഖനം 5:14-15 എടുത്തു വെച്ച് പ്രസംഗിക്കാം, അല്ലെ വായിച്ചെങ്കിലും കേൾപ്പിക്കാം അവരെ, അല്ലേ? ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവന് വേണ്ടി ജീവിക്കണമെന്ന ആ തികഞ്ഞ ബോധ്യത്തിലേക്ക് ഓരോരുത്തരും വരാനിടയാകും. അവരുടെ മുമ്പാകെ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് നിശ്ചയമായും സഹോദരങ്ങളെ ഉന്മാനൊടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്ന് പ്രസംഗിക്കാൻ കഴിയും. ഇന്നൊരു സഹോദരൻ എനിക്ക് പ്രസിദ്ധനായൊരു മനുഷ്യൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അയച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ പേരറിയാത്ത ആളുകൾ മലയാളികളുടെ ഇടയിൽ കാണില്ല. ഇത് അറ്റ്ലസ് ജുവലറി എന്നും പറഞ്ഞ് ഒരു വയസ്സായ മനുഷ്യൻ്റെ ഒരു പരസ്യമുണ്ട്. അത് കേൾക്കാത്ത ആളുകൾ കുറവായിരിക്കും, ടി വിയിലോ എവിടെയെങ്കിലും ഒക്കെ. അപ്പോൾ ആ ഷോർട്ട് മെസ്സേജിലൂടെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വലിയ ക്രൈസിസിലൂടെ പോയ മനുഷ്യനാണ്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത്. മരിക്കുന്നതിന് മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ ആരോ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. എന്തായാലും അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങേരും തിമോത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യമോ 7-ാം വാക്യമൊക്കെ വായിച്ച പുള്ളിയാണോ എന്ന്. പുള്ളി വലിയ ധനാഢ്യനായിട്ട് വലിയ പ്രഭുവായിട്ടൊക്കെ ജീവിച്ചയാളാണ് വിദേശത്ത്. പക്ഷേ പിന്നത്തേതിൽ തൻ്റെ ബിസിനസ്സൊക്കെ തകർന്ന് വലിയൊരു ദുരന്തത്തിലകപ്പെട്ട് ജയിലിലകപ്പെട്ടു പോയി. അങ്ങനെ ആ ജയിലിൽ നിന്നൊക്കെ മോചിതനായി താൻ കുറച്ചു കാലം ജീവിച്ചു. ആ സമയത്താണ് താൻ പറഞ്ഞത്, ജീവിച്ചു പോയാൽ പോരെന്ന്, കഞ്ഞി കുടിച്ചു പോയാൽ പോരെന്ന്. അതൊക്കെ നിങ്ങൾ നേരിട്ട് കേൾക്കണം സഹോദരങ്ങൾ. അയാളുടെ ആ ശബ്ദം. ജാതികളിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കും. പൗലോസിലൂടെ മാത്രമല്ല സംസാരിക്കൂ. പൗലോസ് തിമോത്തിയോസിനോടല്ലേ പറഞ്ഞത്, എന്നോടല്ലല്ലോ, കൊച്ചിക്കാരനായ എന്നോടല്ലല്ലോ പറഞ്ഞെന്ന് ചിന്തിക്കുന്നവരും ഇപ്പോൾ ഈ കൂടെ കാണും. കൊച്ചിക്കാരാ കേട്ടോ, കൊല്ലംകാരനും കൊച്ചിക്കാരനും കോഴിക്കോടുകാരനും ഒക്കെ കേട്ടോ. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് പരിശുദ്ധാത്മാവിലാണ്. അത് എല്ലാ കാലത്തുമുള്ള സഭയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ കേൾക്കാൻ മനസ്സില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറ്റ്ലസ് രാമചന്ദ്രനിലൂടെയും പറയുന്നത്. ഇത് അറ്റ്ലസ് രാമചന്ദ്രൻ, അദ്ദേഹത്തിലൂടെയും പരിശുദ്ധാത്മാവ്, ചിലപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞെന്നല്ല കേട്ടോ, തെറ്റിദ്ധരിച്ചേക്കരുത്. അങ്ങേര് പറഞ്ഞു വെച്ച കാര്യത്തെ ഗുണദോഷത്തിനായിട്ട്, ബുദ്ധി ഉപദേശത്തിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പാകെ കൊണ്ടുവരും, നമ്മൾ ശ്രവിക്കാൻ വേണ്ടി. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ ഇനി തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് അധികം നിൽക്കുന്നില്ല. ഞാൻ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുത്ത 3 വാക്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അതൊന്ന് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഉത്തരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ തന്നാലും സന്തോഷമായിരിക്കും. അതായത് 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ഉന്മാനം ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. പിന്നീട് തൊട്ടടുത്ത വാക്യം വരുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അതായത് ഇടുക്കുവാതിലൂടെ കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതും, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അതാണ് അടുത്ത വാക്യം. അത് കഴിഞ്ഞ് മൂന്നാമത് കോട്ട് ചെയ്തിരിക്കുന്ന വാക്യം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ആ വാക്യം ഒന്ന് വായിക്കാമോ? ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ.
അതെ, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇസ്രായേലിൻ്റെ ചരിത്രം നമുക്ക് ദൃഷ്ടാന്തമായി മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ഗുഡ്. അപ്പം ഈ 3 വാക്യത്തിൻ്റെ പ്രസക്തി എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ 3 വാക്യം ഉയർത്തിക്കൊണ്ട് വന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ വാക്യമൊന്നും ഞാൻ റേസ് ചെയ്യില്ല. അപ്പോൾ ചോദിക്കും, ഇത്ര ആളുകളുണ്ടല്ലോ, ഇവർക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേന്ന്. ഞാൻ പറഞ്ഞു, എല്ലാവരും ബുദ്ധിമുട്ടിപ്പിക്കാൻ പ്ലാനില്ല. ഇപ്പം ഞാനിത് പൊതുവിലങ്ങ് പറയുകയല്ലേ, ഈ 3 വാക്യം ഇങ്ങനെയാണ് വചനം പഠിക്കുന്നത്. ഈ 3 വാക്യത്തെ മുൻനിർത്തി അതിൽ ഈ അവസാനത്തെ വാക്യവും ആദ്യത്തെ വാക്യത്തിൻ്റെ ഒക്കെ ഉത്തരം പലരും പറഞ്ഞു. നടുക്കുള്ള വാക്യം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഉത്തരം പലരും പറഞ്ഞില്ല. ഇപ്പോൾ ഞാൻ ഈ മെസ്സേജിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു സഹോദരൻ എനിക്ക് എഴുതി അയച്ചിരുന്നു. ഇപ്പോൾ ഞാൻ ഈ മെസ്സേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കൊട്ടാരക്കരയുള്ളൊരു സഹോദരൻ തൻ്റെ ചിന്തകൾ പങ്കുവച്ചിരുന്നു. പകുതിയെ ഞാൻ കേട്ടുള്ളൂ. അദ്ദേഹം പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടങ്ങൾ, അതായത് മത്തായി 7-ാം അധ്യായത്തിലെ ഇടുക്കുവാതിൽ ഞെരുക്കമുള്ള വഴി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നത് കഷ്ടങ്ങളുടെ കാര്യമാണ്. മത്തായി 7-ന്റെ 13-14 കഷ്ടവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല എഴുതിയിരിക്കുന്നത്. കഷ്ടത്തിൻ്റെ കാര്യമൊന്നുമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടെന്ന് വേറെ വാക്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു കാര്യമല്ല എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ 3 വാക്യവുമായിട്ട് കണക്റ്റഡാണ്. കണക്റ്റഡ് മീൻസ് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ചില വിചാരങ്ങളെക്കുറിച്ചിട്ടാണ്. വിചാരങ്ങളെക്കുറിച്ച് ഇങ്ങനെ അങ്ങ് വിചാരിക്കാനാണ് പറയുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് പറയാണ് ഇങ്ങനെ അങ്ങ് വിചാരിക്കാൻ. എങ്ങനെ? അതായത് അധികം ദർബാർ വേണ്ടെന്ന്. ലോകക്കാർ ജീവിക്കുന്നത് പോലെ ഒരു ജീവിതമല്ല, പകരം തൃപ്തരായിരിക്കുക. ദൈവരാജ്യത്തിൽ നിങ്ങൾ തൃപ്തരായിരിക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളുവെങ്കിലും ആ കുറച്ച് കാര്യത്തിൽ തൃപ്തരാകുകയെന്നേ. നിങ്ങൾ തൃപ്തിയോടെ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പ് അറിയുന്നൊരു സ്വർഗീയ പിതാവ്, ഒരു സൃഷ്ടാവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അറിയുന്നൊരു സ്വർഗീയ പിതാവ്. ഞാനിപ്പോൾ പറയുന്ന പ്രാക്ടിക്കൽ ലൈനിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 3-4 ആഴ്ച ഈ വക കാര്യങ്ങളൊക്കെ പ്രസംഗിച്ച് മുന്നോട്ടൊക്കെ പോയെങ്കിലും ഇപ്പോഴും എല്ലാവർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. പലരുടെയും ചിന്തകൾ ഇങ്ങനെ ഈ കടിഞ്ഞാൻ പോയ കുതിര പോയ എങ്ങനെ ഇരിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് തടസ്സമിടുന്ന രീതിയിലാണ് ഞാൻ 3 വാക്യം ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. തടസ്സമിടുന്ന രീതിയിൽ നോക്കണം. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു അസൽ പെന്തിക്കോസുകാരായിരുന്നു. അവർ പെസഹായും ചോരത്തലി ആചരിച്ചവരാണ്. അവർ ചെങ്കടൽ കടന്നവരാണ്. മീൻസ് അവർ സ്നാനമേറ്റവരാണ്. അവർ മേഘത്തിൻ കീഴിൽ സഞ്ചരിച്ചവരാണ്. അവർ മന്നായൊക്കെ ഭക്ഷിച്ചു, റഫീദീമിലെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ കാടപ്പക്ഷിയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ നല്ല രീതിയിൽ നല്ല കുഴിമന്തി ടൈപ്പിലൊക്കെയാണ് ഉണ്ടാക്കി കഴിച്ചത്. പലതരത്തിൽ ഗ്രില്ല് ചെയ്തും കഴിച്ചിട്ടുണ്ടാവും, അങ്ങനെ പല രീതിയിലും കഴിച്ച പാർട്ടികളാണ്. അന്നേരമൊക്കെ അവർ ഗ്ലോറി അല്ലേലിയൊക്കെ പറഞ്ഞു. ദൈവത്തിൻ്റെ കരുതൽ ഭയങ്കരമാണ്. ഈ കാടപ്പക്ഷിക്കായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് ഓരോ കുടുംബക്കാരും ചാപ്പിട്ടത്. പക്ഷെ ദൈവകോപം വന്നെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ പറഞ്ഞ നിലയിൽ വന്ന ആളുകളെല്ലാം മരുഭൂമി പട്ടുപോയതിന് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിച്ചത്. അവർ ദുർമോഹികളായി പോയി. അവിടെ ഉള്ളിൽ പലവിധമായ മോഹങ്ങൾ വന്നു. ഭയങ്കര സീരിയസ് ആയ സബ്ജക്റ്റാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ശുശ്രൂഷകർ കൂടെ ധരിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ജഡാഭിലാഷം ആത്മാഭിലാഷത്തിനെതിരാണ്. ഇത് തമ്മിൽ പ്രതികൂലമാണ്. അപ്പം ജഡാഭിലാഷത്തെ കരിച്ചു കളയുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. അതായത് പൗലോസ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കൺമുമ്പിൽ ക്രൂശ് വെച്ചിരിക്കുകയാണ്. ക്രൂശ് എന്ന് വെച്ചാൽ നമുക്കെന്താ? നമ്മെ സംബന്ധിച്ച് അത് ബലിപീഠമാണ്, യാഗപീഠമാണ്, കത്തുന്ന യാഗപീഠമാണ്. യാഗപീഠം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് നാം അത്യുന്നതൻ്റെ മന്ദിരമാണ്. മന്ദിരത്തിൽ യാഗപീഠമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞ നിലയിൽ ഇതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നൊരു വാക്യമുണ്ട്.
അതിന് തത്തുല്യമായ വാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിലാണ് ആ വാക്യം. ഇത് തിന്നാൽ കടുത്ത ശിക്ഷയുണ്ട്. ശിക്ഷ എന്താണ്? മരണം. തത്തുല്യമായ വാക്യം പുതിയ നിയമത്തിൽ ഗംഭീരമായിട്ട് നിയോൺ ബൾബിട്ട് തെളിച്ചിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ സജിപ്പാസ്റ്റർ 3-4 ആഴ്ചയൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പലരും പലവിധമായ മോഹങ്ങളിലൂടെ മുൻപോട്ട് പോകുന്നത്. അതായത് കേട്ടിട്ടും അത് ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക മെസ്സേജ്. ഞാൻ പറയുന്നുണ്ട്, ഈ തിമത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായത്തിന് എക്സിറ്റ് ചെയ്യാണ്, പുറത്ത് പോവുക എന്ന് പറഞ്ഞിട്ടും പരിശുദ്ധാത്മാവ് എന്നെ പുറത്ത് വിടുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞ സബ്ജക്റ്റിൽ നിന്ന് പുറത്തു പോകാൻ, കുതറി മാറി ഓടാനൊക്കെ ആഗ്രഹിച്ചു. എൻ്റെ ആഗ്രഹം പോലെ അല്ലല്ലോ വേണ്ടത്. അപ്പം എനിക്ക് ആശ്ചര്യമാണ്, എൻ്റെ മേലെ ആ നിയന്ത്രണം വന്നത് ഞാൻ തിരിച്ചറിഞ്ഞു, ഭയങ്കരമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ നടുക്കവും, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നതും, ആ സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങളുടെ ഗാംഭീര്യത ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം ദൈവാത്മാവ് നേരിട്ട് ഇടപെടുകയാണ് തൻ്റെ ജനത്തെ കേൾപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇടപെടുമ്പോൾ തന്നെയാണ് ഈ മോഹങ്ങളുടെ വലയത്തിൽ അനേകർ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരു ഇൻസിഡൻ്റ് ഒന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ആരെക്കുറിച്ച് പറയുമെന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറയണം. രതീഷിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചാൽ രതീഷ് ഭാര്യയുള്ള പാർട്ടിയാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല, വിട്ടേക്കാം. പിന്നെ ഫെബിയ ഉള്ളത്, ആ പുള്ളിക്കും ഉണ്ട് ഭാര്യമാർക്ക് അത് മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യം. പിന്നെ ആരെക്കുറിച്ച് പറയാം? നമ്മുടെ സഹോദരി ലിസ എവിടെയുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ലിസ ക്രൂശ് എടുക്കാൻ തയ്യാറാണെന്ന് പണ്ടങ്ങാണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ക്രൂശ് ലിസയുടെ തലയിൽ വെച്ച് കൊടുക്കാം, ഉദാഹരണമാകട്ടോ. വേറെ എവിടെയോ നടന്ന ഒരു കാര്യം ഞാനിത് ആരുടെയെങ്കിലും തലയിലൊന്ന് കെട്ടിവെക്കണമല്ലോ. അപ്പോൾ അതിന് ഈ ക്രൂശ് എടുക്കാൻ പറ്റിയ ആളുകളെ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ അധികം കിട്ടുന്നില്ല. അപ്പം ഇവരൊക്കെ ഇതിൻ്റെ ഹോസ്റ്റും ഹോസ്റ്റും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇവരെ കൊണ്ട് കുരിശ് ഓമ്പിച്ചേക്കാം. അപ്പോൾ പുള്ളിക്കാരിക്കാണെങ്കിൽ ഭാര്യയില്ലല്ലോ, ഭർത്താവല്ലേ ഉള്ളൂ. കാരണം ഒരു വീടെന്നൊക്കെ പറഞ്ഞ ഏത് സഹോദരിമാരുടെ സ്വപ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രതീഷിനെ ഇതിനകത്ത് ഞാൻ പിടിച്ചിടില്ല. രതീഷാണെങ്കിൽ ഫ്ലാറ്റ് അന്വേഷിച്ച് നടക്കുന്ന കാലമായത്, എവിടെയാണ് ഫ്ലാറ്റുള്ളതെന്ന്. പിന്നെ ഫെബിയെ അങ്ങനെ ഞാൻ വലിച്ചിടില്ല. കാരണം അവർ അങ്ങനെ ഈ കിടപ്പാടത്തിൻ്റെ വിഷയം ഒരു സീരിയസ് വിഷയമാണ് മനുഷ്യനെ സംബന്ധിച്ച്. ഇപ്പോൾ എല്ലാവരും സജിപ്പാസ് ചിന്തിക്കുന്ന പോലെ ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലെ പറന്ന് നടന്നാൽ പോരല്ലോ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഉറക്കണ്ടേ? അതൊക്കെ വേണം സഹോദരങ്ങളെ, നിശ്ചയമായും വേണം. അപ്പോൾ എൻ്റെ ഉദാഹരണത്തിലേക്ക് പോകാം. പാവം പിടിച്ച ലിസയുടെ മുതുകത്ത് ഞാൻ ഈ കുറിച്ച് വെച്ചേക്കുക. അപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ സഹോദരി ലിസ ഇപ്പോൾ അമേരിക്കയിൽ അവിടുത്തെ ഭരണസിരാകേന്ദ്രത്തിൻ്റെ മൂക്കിന് കീഴിലാണ് ജീവിക്കുന്നത്. കൊള്ളാവുന്നൊരു വീട്ടിലാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ സഹോദരി നല്ല നിലയിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് മാളിക മുറിയിലേക്ക് കയറിപ്പോവും. 1-ാം നിലയിലേക്ക് ഇടയ്ക്കൊക്കെ കയറിപ്പോവും, പല കാര്യങ്ങളില്ലേ കയറിപ്പോവും. പിന്നെ ഇടയ്ക്ക് താഴേക്കൊക്കെ വന്ന് ഇങ്ങനെ അതിലെ ഓടി നടക്കും. അത് കഴിയുമ്പോൾ പിന്നെ താഴേക്ക് ഇറങ്ങിപ്പോവും. സെല്ലാർ അങ്ങനെ സെല്ലാറിലേക്ക് ഇറങ്ങിപ്പോവും. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സഹോദരിക്ക് ഒരു സഹോദരി എന്ന് വെച്ചാൽ കുടുംബത്തിന് മൊത്തത്തിലായിട്ട് കൂട്ടിക്കോ, സഹോദരിക്ക് തന്നെയല്ല കുടുംബത്തിന് മൊത്തം ഒരു മനോവിഷമത്തിലൂടെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ മനോവിഷമത്തിലൂടെ പോകാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവർ ഒരു പുതിയ ഫ്ലാറ്റ് മേടിക്കാൻ, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഇടയ്ക്ക് തണുപ്പ് വരും, ചില സമയത്ത് മഞ്ഞൊക്കെ പെയ്യും. അപ്പോൾ വേറൊരു സ്റ്റേറ്റ് ഉണ്ട് ഫ്ലോറിഡ എന്ന് പറഞ്ഞ്, ആ സ്റ്റേറ്റിലാണെങ്കിൽ അങ്ങനെ മഞ്ഞ് പെയ്യില്ല. എന്നാൽ ശരി, അവിടെയും കൂടെ ഒരു വേനൽക്കാല വസതി അങ്ങ് എടുത്തേക്കാം. അപ്പോൾ അതിനൊരു 10-75, അത് 73 സംശയമുണ്ട് കേട്ടോ, ഞാൻ ചോദിച്ചിട്ട് പിന്നെ പറയാം. 75 73 കോടിയാണോ? അവരുടെ 73 കോടി എങ്ങാണ്ട് വരും ആ ഫ്ലാറ്റിന്, ആ വില്ലയ്ക്ക്. ഫ്ലോറിഡയിലാകുമ്പോൾ വില്ലകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അത്ര 73 കോടി വരും. ഇപ്പോൾ അത്ര ഇല്ല കയ്യിൽ, ഒരു 10-23 കോടി എങ്ങാണ്ടേ കയ്യിലുള്ളൂ. അപ്പോൾ ബാക്കി അങ്ങനെ പണയം വയ്ക്കാൻ സ്വർണ്ണവും ഇല്ല കയ്യിൽ. പണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും ഇല്ല. അപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറച്ച് കടം മേടിക്കാം. ഒരു 10-50 കോടിയുടെ കാര്യമല്ലേ ഉള്ളൂ. നമ്മുടെ ലാലു പാസിനോടൊക്കെ ചോദിച്ചാൽ വേണേൽ 1-2 കോടിയൊക്കെ കിട്ടുമായിരിക്കും. വേണ്ട, പുള്ളിയുടെ കയ്യിൽ നിന്ന് അധികമൊന്നും വേണ്ട. നമുക്ക് കാശുള്ള ആൾക്കാരാണ് നമ്മുടെ രതീഷ്, ഫെബി, ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അവരോടൊക്കെ ചോദിച്ചാൽ 5-10 കോടിയൊക്കെ കിട്ടും. ഇപ്പോൾ ഒരു പരിചയമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ലീസ വിളിച്ച് ചോദിച്ചാൽ അവരോടൊക്കെ 1-2 കോടിയൊക്കെ 5 കോടിയൊക്കെ വേണേൽ മേടിച്ചോട്ടെ. ഇപ്പോൾ എന്തായാലും ബാക്കി ബാങ്കിൽ നിന്നോ അവിടെ നിന്നോ ഇവിടെ നിന്നോ ബ്ലേഡിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ എടുക്കാമല്ലോ. ബ്ലേഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അമേരിക്കയിൽ ബ്ലേഡ് ഉണ്ടോ പോലും?
അറിയില്ല. നമ്മുടെ നാട്ടിലായിരുന്നേ, ഇവിടെ ആയിരുന്നേ ബ്ലേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ ബ്ലേഡ് ഉണ്ടോ എന്ന് അറിയില്ല. അത് എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിലായിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ അങ്ങ് തത്രപ്പെട്ടിരിക്കുക. അപ്പോൾ വീട് മാറാനുള്ള കാരണം തണുപ്പും മഞ്ഞും മാത്രമല്ല, അത് പുറത്ത് ആളുകളോട് പറയുന്ന ഒരു കാരണമാണ്. എന്നാൽ ഒളിഞ്ഞിരിക്കുന്ന വേറൊരു കാരണമുണ്ട്. നമ്മുടെ കാർ പോർച്ചിൽ വില കൂടിയൊരു കാറ് കിടപ്പുണ്ട്, BMW. അപ്പോൾ ഇടയ്ക്ക് കാർ പോർച്ചും പിന്നെ അതിൻ്റെ വെളിയിലുമൊക്കെ 1-2 വണ്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെളിയിലൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അയൽവാസികളുടെ നായികൾ കടന്നു വന്ന് ഈ വാഹനത്തിൻ്റെയൊക്കെ അടുത്ത് ഇങ്ങനെ മൂത്രമൊക്കെ ഒഴിച്ച് ആകെപ്പാട് കൂടി അവിടെയൊക്കെ ഡേർട്ടിയാക്കുക, ഈ പോർച്ചിൻ്റെ ഭാഗങ്ങളിലൊക്കെ. അങ്ങനെ എത്ര കാലം നമ്മൾ സഹിക്കും? കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു ഇതെന്താ ആക്ഷേപഹാസ്യമാണെന്ന്. അതായത് സംഭവിക്കുന്ന കാര്യമാണേ. അതിന് ഞാൻ പലതരം കളറടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കാരണം മനസ്സിലാക്കണം. ഫ്ലോറിഡയിൽ ഇപ്പോൾ വില്ല മേടിക്കാനുള്ള കാരണം നായി വന്ന് മൂത്രം ഒഴിക്കുന്നു, അന്താരാഷ്ട്ര കാരണമാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത കാശ് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ഫ്ലോറിഡയ്ക്ക് പോകണം. ഇപ്പം ഇവിടെ കിടന്നാൽ പോരാ, അവിടെ വലിയ വില്ല പോയി മേടിക്കണം. എന്താണ് നമ്മൾ വായിച്ചത് കൊരിന്ത്യർ ലേഖനത്തിൽ? അവർ ദുർമോഹികളായി ലക്ഷ്യത്തിലെത്തിയില്ലെന്ന്. അവരവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മരുഭൂമിയിൽ കറങ്ങി അവസാനിച്ചു പോയെന്ന്. ഇതെങ്ങനെ ഒരു പെന്തിക്കോസ് പാസ്റ്റർ പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പം കിടക്കാൻ കിടപ്പാടമുണ്ടെന്നേ. അതാ ഞാൻ പറഞ്ഞ മുകളിലേക്ക് നടന്ന് കയറാം, താഴേക്ക് ഇറങ്ങിയാൽ അവിടെയും വേറെ സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം കിടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, കഞ്ഞി കുടിക്കാനുള്ള കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോഴാണ് ഇനി ഫ്ലോറിഡയിലും പിന്നെ അങ്ങ് ലോസ് ആഞ്ചലസിലും ഒക്കെ വില്ലാകൾ മേടിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ എന്നെ കേൾക്കുന്നവർ മെസ്സേജാണെന്ന് ഓർത്ത് നോട്ട് ചെയ്തോ. കാരണം എന്താ പറഞ്ഞത്? നിസ്സാര കാരണം അല്ല. ആ നായ്ക്കൾ അതിൽ വരുന്നതിൽ അത്ര അസ്വസ്ഥപ്പെടണോ? നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മളെ ആക്കിയിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അല്ലാതെ കെട്ടിയോളും കൂടി തുള്ളിക്കഴിഞ്ഞാൽ ഒക്കുവോ? അങ്ങനെയൊന്നും തുള്ളിയാൽ ശരിയാകില്ല. ഞാനല്ലേ നിങ്ങളുടെ മുമ്പാകെ ഇരുന്ന് പ്രസംഗിച്ചത്. സഹോദരങ്ങളെ, വളരെ കാലമായി ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അടുത്തൊരു ദിക്കിലേക്ക് മാറണമെന്ന് എനിക്ക് മാനുഷികമായ ആഗ്രഹമുണ്ട്. ഒരു മനുഷ്യനല്ലേ, ആഗ്രഹമുണ്ട്. കുറച്ചും കൂടെ കാലയ്ക്കൊന്ന് നീട്ടി വെക്കണം എനിക്ക്. ഇച്ചിരി ഒരു ഗ്യാപ്പ് കുറവുണ്ട്. അപ്പോൾ ഇച്ചിരി ഒന്ന് നീട്ടി വെക്കാമല്ലോ. അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എനിക്ക് ഗ്രീൻ സിഗ്നൽ തന്നിട്ടില്ലെന്ന് ഈ ഇരിക്കുന്ന ആളുകളുടെ മുമ്പിലാണ് ഞാൻ പ്രസംഗിച്ചത്. ന്യായമായൊരു അവകാശമല്ലേ എൻ്റെ അത്, ന്യായമായൊരു ആവശ്യവുമാണ്. പക്ഷേ കർത്താവ് അതിന് ഇതുവരെ സിഗ്നൽ തന്നില്ല. ആഗ്രഹം അങ്ങനെ നിൽക്കുകയാണ്, അത്ര തന്നെ. സിഗ്നൽ തരാതെ പോകാൻ മേലെന്ന് ചോദിച്ചാൽ സിഗ്നൽ തരാതെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്ററുടെ പ്രസംഗത്തിന് ജീവനുണ്ടാകില്ല. പിന്നെ പാസ്റ്ററുടെ പ്രസംഗത്തിനകത്ത് മൂർച്ചയുണ്ടാകുമോ? അതായത് പാസ്റ്റർ എന്തെന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? പണ്ട് കാലത്ത് അറിവില്ലാതെയാണെങ്കിലും പ്രാർത്ഥിച്ചല്ലോ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിതമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇന്നും കൂടെ ഞാനൊരു കാത്തലിക് സഹോദരനോട് സംസാരിച്ചപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ കൂട്ട് 24 മണിക്കൂർ ഇങ്ങനെ ബൈബിള് ദൈവം എന്ന് പറഞ്ഞ് ഇങ്ങനെ മസിൽ പിടിച്ച് അങ്ങനെ ഭക്തി എന്നൊന്നും പറഞ്ഞ് നടക്കുകയല്ല. ഞങ്ങൾക്കൊക്കെ ഭക്തിയുണ്ട്, ആവശ്യത്തിന് ഭക്തിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഉവ്വേ, നിങ്ങൾ നാഴിക്ക് 40 വട്ടം 10 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയം, 20 പ്രാവശ്യം സ്വർഗസ്വനായ പിതാവ്, ഇതൊക്കെ ഇങ്ങനെ ചൊല്ലുന്നതോ? അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ എഴുതുന്നു. അങ്ങനെയാണോ ഒരു പെന്തിക്കോസ്തുകാരൻ, ഒരു വീണ്ടും ജനിച്ചവൻ, വീണ്ടെടുപ്പിൻ്റെ മാധുര്യം അറിഞ്ഞവൻ, നിന്റെ രാജ്യം വരണമെന്ന് പറഞ്ഞാൽ ആ രാജ്യം വന്നു. ഞാൻ ആ രാജ്യത്തിലാണ്. ആ രാജ്യത്തിലെ രാജാവ് എന്നെ വീണ്ടെടുത്തവനാണ്. അവൻ രാജാതി രാജാവായിട്ട് എന്നോട് കൂടെ വാഴുകയാണ്. എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ആ രാജാതിരാജനാണ്. പിന്നെ ഞാനെങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും? എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഫ്ലോറിഡയിൽ പോയി വില്ല മേടിക്കാൻ പറ്റുമോ? എന്താ കാരണം? എന്താ നിങ്ങൾ ഈ പറയുന്ന കാരണം എന്താ? നിലവിൽ കിടക്കാനുള്ളത് ഉണ്ടല്ലോ, കിടപ്പാടുണ്ടല്ലോ, മാനസാന്തരപ്പെട്ടോ. കേൾക്കുന്നവർ, അതായത് ആരോടുള്ള മെസ്സേജാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യം മാനസാന്തരപ്പെട്ടോണം. കർശനമായ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊന്നും കേൾക്കരുത്, ജീവിതത്തിൽ ഒരിക്കലും കേൾക്കരുത്. നമുക്ക് നമ്മുടെ തങ്കുച്ചായൻ്റെ പ്രസംഗം ഉണ്ടല്ലോ, ബർമുഡ സുവിശേഷമൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സുവിശേഷമൊക്കെ കേട്ട് പോയാൽ പോരെ. അവിടെയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവരും ആനന്ദത്തിലാണ്.
ഇവിടുത്തെ ആനന്ദം എങ്ങനെയാ? ഇവിടുത്തെ ആനന്ദം വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരത്തെ ഓർക്കുമ്പോഴാണ് ഉള്ളിൽ ആനന്ദം തിരത്തള്ളുന്നത്. മിസ്രൈം വിട്ടു, ചെങ്കടൽ കടന്നു, മരുഭൂമി അല്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പ്രോമിസ്ഡ് ലാൻഡാണ്. അത് കോൺക്വർ ചെയ്യണം, പിടിച്ചടക്കണം. അവിടുത്തെ പാലും തേനും നാം അനുഭവിക്കണം. അങ്ങനെ കാഹളം ധനിച്ച് നാം എടുക്കപ്പെടണം. ഇതാണ് ദൈവോദ്ദേശം. ഇതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവോദ്ദേശം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കടിഞ്ഞാൻ പോയ കുതിര പോകുന്ന പോലെ നമ്മൾ അങ്ങനെ പോകരുത്. മത്തായി 7:13-14 എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടങ്ങളുടെ കാര്യം പറയുന്നതല്ല. നമ്മുടെ ഉള്ളിൽ വരുന്നതായ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, താല്പര്യങ്ങൾ, അതിനെയെല്ലാം ഇടുക്കുവാതിലൂടെ കടത്തണം. നമ്മുടെ മോഹങ്ങളുമായി ബന്ധപ്പെട്ട വാക്യമാണത്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട വാക്യമാണത്. അല്ലാതെ കട്ടവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അങ്ങനത്തെ ആഗ്രഹങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ പരിശുദ്ധാത്മാവിൽ ടെസ്റ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവിൽ നമുക്ക് സിഗ്നൽ ലഭിക്കുന്നുണ്ടോ? ആ വിഷയവുമായിട്ട് മുൻപോട്ട് പോകാമോ? പോകുമ്പോൾ ദൈവാത്മാവിൻ്റെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്വസ്ഥത ലഭിക്കും. കേൾക്കണം കേട്ടോ. ദൈവാത്മാവിൻ്റെ സിഗ്നേച്ചർ ആ വിഷയത്തിലുണ്ടെങ്കിൽ നമുക്കൊരാശ്വാസം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി നമ്മെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തും. മനസ്സാക്ഷി കുത്തും. ഒരുപക്ഷെ ഭർത്താവിൻ്റെ മനസ്സാക്ഷി മരവിച്ചു പോയതായിരിക്കും, അല്ലെ ഭാര്യയുടെ മരവിച്ചു പോയതായിരിക്കും. അപ്പോൾ മരവിച്ചു പോയ ഭർത്താവിൻ്റേത് അവന് കുത്തലൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഭർത്താവ് ചിലപ്പോൾ പറയും, നമുക്ക് പോയി പിടിച്ചടക്കിയേക്കാം, നമുക്ക് ഫ്ലോറിഡയിൽ പോയേക്കാം, നമുക്ക് കടം വിലയായിട്ടാണേലും നമുക്ക് 75 കോടിയുടെ വില്ല മേടിക്കണം എന്ന് പറയും. മറിച്ച് മനസാക്ഷി തഴമ്പിച്ചു പോയ ഭാര്യയാണെങ്കിൽ അവൾ ഭർത്താവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും, നമുക്ക് പോയേക്കാം, നമുക്ക് ഇടവും പോലെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ശമ്പളം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ, നമുക്ക് അവരിൽ നിന്ന് കിട്ടും, നമുക്ക് ഇവരിൽ നിന്ന് കിട്ടും, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു പോകും. സഹോദരങ്ങളെ, നമ്മുടെ മെസ്സേജ് എവിടെയാണ് തുടങ്ങിയെന്ന് അറിയാവോ? ഇന്നത്തെ മെസ്സേജ് അല്ല, കുറേ ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിയത് പ്രോസ്പെരിറ്റി വേണ്ടേ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. നമ്മുടെ സഹോദരി ഇങ്ങനെ ഈ മെരിലാൻഡിൽ മാത്രം കിടന്നാൽ മതിയോ? നീണ്ടു നിവർന്ന് കിടക്കാൻ പാകത്തിന് ഫ്ലോറിഡയിലും കൂടി ഒരു വില്ല മേടിച്ചാൽ എങ്ങനെയാണ്, കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ് അങ്ങേര് ചോദിച്ചത്. അപ്പം നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ്. ഈ യാത്ര ഗൗരവമായ യാത്രയാണ്. ഈ യാത്രയിൽ ഈ പറയപ്പെട്ട പുള്ളി വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരും, വഞ്ചിക്കാനിട വരും. ഇപ്പം ഈ പറഞ്ഞ പ്രസംഗകരൊന്നും വരണമെന്നില്ല. സാത്താൻ നമ്മുടെ ഉള്ളിൽ വെളിയിൽ നിന്നുകൊണ്ട് മോഹങ്ങളും താല്പര്യങ്ങളും അകത്തേക്ക് അയക്കും, അവൻ്റെ അമ്പുകൾ അയക്കും. അങ്ങനെ ആ വരുന്ന കാര്യങ്ങൾ അത് പരിശുദ്ധാത്മാവിലാണെന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പലരും പോയി കുഴി ചാടുന്നത്. സത്യത്തിൽ ഇത് ജഡത്തിൻ്റെ അഭിലാഷമാണ്, അല്ലാതെ ഇത് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ഇത് ആത്മനിയന്ത്രണത്തിൽ വരുന്ന കാര്യമല്ല. പലതും ജഡത്തിലാണ്. നമ്മളങ്ങ് ചിന്തിച്ചു പോവുകയാണ് അത് പരിശുദ്ധാത്മാവിലാണ് എന്ന് ചിന്തിച്ചു പോവുകയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. 1 പത്രോസ് 2:11 1 Peter chapter 2:11. സന്ദർഭവശാൽ ഈ വാക്യത്തിൻ്റെ ഒരു പ്രസക്തി ഞാൻ മുൻപോട്ട് കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നമ്മുടെ ആത്മാവിനോട് എന്നുള്ള സ്ഥാനത്ത് നമ്മുടെ പ്രാണനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലണം. ജഡമോഹങ്ങളെ നമ്മുടെ പ്രാണനോട് പോരാടുകയാണ്. വെളിയിൽ നിന്നുകൊണ്ട് നമ്മുടെ മൈൻഡ് റലത്തിലേക്ക് സൈത്താൻ പലവിധമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അയക്കും. അങ്ങനെ അയക്കുന്ന കാര്യങ്ങളെ എല്ലാം 2 കൈ നീട്ടി സ്വീകരിക്കരുത്. വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണം. നിങ്ങൾ ട്രബിളിലാകപ്പെടും. കാരണം വലുവനായ ദൈവമാണ് നിങ്ങളെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നത്. കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ കേൾപ്പിക്കുന്നത് വലിയ ഉദ്ദേശമുണ്ട് നിങ്ങളെക്കുറിച്ച്. അതിനാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, നോഹയുടെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും. ചില്ലറ ഉദ്ദേശമാണോ ദൈവത്തിന്? ആണോ? അവരിൽ നിന്ന് ജനിക്കാൻ പോകുന്ന തലമുറകൾ ഷേം, ഹാം, യാഫെത്ത് ഈ ഭൂമിയെ അടക്കി ഭരിക്കേണ്ടവരാണ്. അവരുടെ തലമുറകൾ. അവരിൽ നിന്നാണ് മെഷിഹ വരേണ്ടത്. മെഷിഹ വരേണ്ടത് അവരിൽ നിന്നല്ലേ? എന്തൊരു വലിയ പദ്ധതികളും ഉദ്ദേശങ്ങളുമാണ്. അപ്പോൾ സൈത്താൻ അതിൽ നിന്നൊക്കെ വഴുതി മാറാനായിട്ട് നമ്മളെ ഇടയാക്കും. ഞാൻ അവരുടെ കാര്യം പറഞ്ഞത്, നമ്മെയും വീണ്ടെടുത്തിരിക്കുന്നത്, ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്, വലിയ മരണത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നത്, ഈ മഹത്തരമായ രക്ഷയിലേക്ക്, ഈ പ്രിഷ്യസ് സാൽവേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ജഡമോഹങ്ങളെ താലോലിക്കാനല്ല, ശേഷം മനുഷ്യർ ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല. അല്ല, ഞങ്ങൾക്കും അങ്ങനെ എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആകണ്ടെന്നേ. ദൈവഹിതമെങ്കിൽ നിങ്ങൾ അങ്ങനെ ആകണം.
നിങ്ങൾക്ക് ഫ്ലോറിഡയിൽ വില്ല മേടിക്കണമെന്നുണ്ടെങ്കിൽ ദൈവഹിതം ഉണ്ടേ മേടിച്ചോ. ഇതിപ്പോൾ കേൾക്കുന്നവരെല്ലാം വിചാരിച്ചോളണം, വില്ലയല്ല സബ്ജക്റ്റ്. മോഹങ്ങളെ കയറൂരി വിട്ടാൽ ഇസ്രായേലിന് ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിലാണ് ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും വെച്ചത്. ഇടുക്കമുള്ള വാതിൽ വെച്ചത് തൻ്റെ ഗിരിപ്രഭാഷണത്തിലാണ്. അതൊരു ഗംഭീര പ്രഭാഷണമാണ്, ആർക്കും അതിനെ അവഗണിക്കാൻ കഴിയില്ല. അത് എക്കാലവും ആ പ്രസംഗം നമ്മുടെ മുമ്പിൽ മുഴങ്ങുകയാണ്. ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നിങ്ങളത് കണ്ടെത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതാണ് സത്യമാർഗം, ഇതാണ് യഥാർത്ഥ മെസ്സേജ് എന്ന് നിങ്ങളിൽ പലരും കണ്ടെത്തിയിട്ടില്ലെന്നുള്ളതാണ് ഞാൻ ഇന്നും മനസ്സിലാക്കുന്നത്. കണ്ടെത്തിയവരെ സംബന്ധിച്ച് അവരുടെ മോഹങ്ങളെ കയറൂരി വിടാനായിട്ട് അവരൊരിക്കലും അനുവദിക്കില്ല. നമ്മുടെ പ്രിയ സഹോദരി ചുമ്മാ ക്രൂശ് എടുത്തു. വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ സഹോദരിയെ, പാവം പിടിച്ച സഹോദരി ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമായിരിക്കും. പക്ഷെ ഒരു ഉദാഹരണം പറയാൻ ഞാൻ ഒരാളെ ഉയർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അവരാരും ഇതൊന്നും ചിന്തിച്ചിട്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. പക്ഷേ എനിക്കിത് പറഞ്ഞ് കേൾപ്പിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തിലെ ആ കാര്യത്തിൽ നിന്ന് പതിയെ പുറത്തേക്ക് വരികയാണ്. 4 സൈഡിൽ നിന്നും ആക്രമണങ്ങൾ വരും. 4 സൈഡിൽ നിന്നും സൈറ്റാൻ നമ്മളെ പുറകോട്ട് വലിക്കാൻ ശ്രമിക്കും, നമ്മുടെ വിരുദ് തെറ്റിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് കൂടെ ദൈവദാസന്മാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിരുദ് തെറ്റിക്കാൻ അവൻ ശ്രമിക്കും. പിന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്. മുക്കി കൊല്ലാൻ നോക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ലേ ഈ ജനിച്ചു വീണ് കിടക്കുന്ന മോശക്കുഞ്ഞ്. അതിനെ നൈൽ നദിയിൽ മുക്കി കൊല്ലാൻ നോക്കും, മുക്കി കൊല്ലാൻ. അവിടെയാണ് തൻ്റെ മാതാവ് ആ കുഞ്ഞിനെ ഒരു പെട്ടകത്തിൽ, ഒരു ഞാങ്ങണപ്പെട്ടകത്തിൽ കവർ ചെയ്യുകയാണ്. ആ പെട്ടകം ആ കുഞ്ഞിനെ ആ നദിയിലെ ഓളപ്പരപ്പിൽ നിന്ന് കവർ ചെയ്യുകയാണ്. അതുപോലെയാണ് സൈറ്റാൻ നമ്മെ മുക്കിക്കൊല്ലാൻ, ഈ ലോകമാകുന്ന സാഗരത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കും, മോഹങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഇട്ട്. അവിടെയാണ് ദൈവം തൻ്റെ ദാസന്മാരെ അയച്ച് നമ്മെ തൻ്റെ വചനത്തിലൂടെ കവർ ചെയ്യുകയാണ്. തൻ്റെ വചനത്തിലൂടെ വീണ്ടും വീണ്ടും കേൾപ്പിക്കുകയാണ്. നമ്മുടെ മോഹങ്ങൾക്കനുസരിച്ച് പോകരുത്. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കണം കേട്ടോ. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളും കിടപ്പാടത്തിൻ്റെ കാര്യമാകട്ടെ, അവിടെയൊക്കെ ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ജോലി ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു കൃഷിക്കാരനാണെങ്കിൽ, നിങ്ങൾ ഒരു തൊഴിലാളിയാണെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കുന്ന അധ്വാനം അത് സൂക്ഷിച്ചു വെച്ച്, അതായത് അത്യാവശ്യം ചെലവഴിച്ചിട്ട് സൂക്ഷിച്ചു വെച്ച് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ചേർത്ത് വെച്ച് നിങ്ങളൊരു ഭവനം കരസ്ഥമാക്കുന്നതോ, പിന്നെ നിങ്ങളൊരു വാഹനം കരസ്ഥമാക്കുന്നതോ, അതൊക്കെ ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ ദൈവാത്മാവ് ആവശ്യങ്ങൾ അംഗീകരിക്കും. അത്യാഗ്രഹങ്ങൾ അംഗീകരിക്കില്ലെന്നേ ഉള്ളൂ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഒരു ജോലിക്ക് പോകണ ഒരു വാഹനം ആവശ്യമാണ്, കർത്താവ് ഇങ്ങനെയാണല്ലോ എന്ന് വെക്കുമ്പോൾ അതിലൊക്കെ ഗ്രീൻ സിഗ്നൽ ലഭിക്കും. സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അനുവദിക്കുന്ന, നമ്മളെ ഈ ഭൂമിയിൽ നല്ല നിലയിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ്. എന്തിനാണ് നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നത്? അതായത് ഈ കാലത്ത് അതിന് വിരുദ്ധമായ പ്രസംഗങ്ങളുണ്ട്, പഠിപ്പീരുകളുണ്ട്. അതിലേക്കൊന്നും ആരുടെ ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അധ്വാനിക്കണം, ഉത്സാഹിക്കണം, അത് നിങ്ങൾ അനുഭവിക്കണം. ചില വാക്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വരും. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഓ ഗ്ലോറി, ഹല്ലേലൂയ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അപ്പോൾ ഉറക്കത്തിൽ തരുന്നൊരു ദൈവം. നമുക്ക് ചേർന്നൊരു ആമേൻ പറഞ്ഞാലോ? അങ്ങനെ പറയണ്ട, അങ്ങനെ ഒരു വാക്യമില്ലെന്ന് വേദോത്സവത്തിൽ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് അങ്ങനെ വാക്യമുണ്ടോ? അങ്ങനെ വാക്യമുണ്ടോ സഹോദരന്മാരോട് ചോദിച്ചേക്കാം. അങ്ങനെ ഒരു വാക്യം ബൈബിളിലുണ്ടോ? ഇല്ല. കണ്ടോ, ആരോ ഒരാൾ പറഞ്ഞു ഇല്ലെന്ന്. അങ്ങനെ ഒരു വാക്യം ഇല്ലെന്ന്. പക്ഷെ ബൈബിളിൽ വായിച്ചുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മലയാളം ബൈബിളിലൊക്കെ ഉണ്ട്. ഇല്ലെന്ന് പിന്നെ അങ്ങനെ ചാടിക്കയറി പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു തർജ്ജിമ പെശകാണ്. തൻ്റെ പ്രിയനോ ഉറക്കം കൊടുക്കുന്നു എന്നാണ്. അത് തർജ്ജിമ പെശകിൽ എങ്ങനെയായിപ്പോയി? തൻ്റെ പ്രിയനോ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നായിപ്പോയി. അപ്പോൾ അത് വെച്ചിട്ട് അനേക പ്രസംഗങ്ങൾ, ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ പ്രസംഗങ്ങളൊക്കെ അതൊക്കെ വെച്ച് പറയും, അയ്യോ ഇങ്ങനെ തരും എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം നമ്മുടെ ശ്രദ്ധ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കല്ല പോകേണ്ടത്. ഒരു സഹോദരി എന്നോട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു. അതായത് പാസ്റ്റർ, 20-ാം സങ്കീർത്തനത്തിലുണ്ടല്ലോ നിങ്ങളുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ സാധിപ്പിച്ചു തരുന്നൊരു ദൈവത്തെക്കുറിച്ച്. അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, പിന്നെ എന്താ പാസ്റ്റർ അതിനെതിരെയൊക്കെ പറയുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഈ 20-ാം സങ്കീർത്തനം 4-ാം വാക്യം മാത്രം വെച്ചിട്ടല്ലല്ലോ നമ്മൾ പ്രസംഗിക്കുന്നത്. അതിന് തൊട്ട് മുകളിലൊരു 3-ാം വാക്യമുണ്ട്. ആ 3-ാം വാക്യം കൂടെ സഹോദരി ഒന്ന് വായിക്കാൻ പറഞ്ഞു.
ആ 3-ാം വാക്യം കൂടെ വായിച്ചിട്ട് അതിൻ്റെ പൊരുളും ഉത്തരവൊക്കെ മനസ്സിലാക്കുമ്പോൾ അവിടെ 3-ാം വാക്യത്തിൽ ഒരു ബലിപീഠമുണ്ട്. ഒരു ബലിപീഠം 3-ാം വാക്യത്തിലുണ്ട്. 4-ാം വാക്യത്തിലെ പറയുന്ന ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് എങ്ങനെ പറയും? ഈ ബലിപീഠവും 4-ാം വാക്യത്തിലെ ആഗ്രഹവും. ഇങ്ങനെയാണ് ദൈവവചനം പഠിക്കേണ്ടതെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെയാണോ എന്ന് ചോദിച്ചു. അങ്ങനെയാ. അപ്പോൾ അറിയില്ലാത്ത കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. വെറുതെ മറ്റു മനുഷ്യരെ കുഴി ചാടിക്കാനുള്ള രീതിയിൽ അങ്ങനെ ഒരു കാര്യമായിട്ട് വന്നപ്പോഴാണ് എനിക്ക് അവരോട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വന്നത്. മറ്റ് പലരുമായിട്ട് ഇങ്ങനെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ സാധിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് വരുന്നത്? ആ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുമോ? അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ആരായിരുന്നു? നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുമെങ്കിൽ എനിക്ക് ബോയിങ് എന്ന് പറയുന്ന വിമാന കമ്പനിയുടെ പ്രസിഡൻ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു 5-6 വിമാനം വേണമെന്നുണ്ട്. ആ ആഗ്രഹമൊക്കെ സാധിപ്പിച്ചു തരുമോ? അതൊന്നുമല്ല വാക്യത്തിൻ്റെ അർത്ഥം. അതൊന്നുമല്ല. വീണ്ടെടുക്കപ്പെട്ട ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ? തൻ്റെ പ്രിയനെ പോലെ ആയിത്തീരണമെന്നല്ലേ? മണവാളൻ സർവാംഗ സുന്ദരനല്ലേ? വലിയ ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾക്ക്. അയ്യോ ഭയങ്കര കടുപ്പമാണെന്നൊക്കെ പറയുന്നത്. എന്തോന്ന് കടുപ്പം? മണവാളൻ സർവാംഗ സുന്ദരനാന്ന് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ആ മണവാളനോട് ചേർന്നിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ മണവാളൻ കൈ പിടിക്കണമെങ്കിൽ തൻ്റെ മണവാട്ടിയും സർവാംഗ സുന്ദരി ആയിരിക്കണമെന്നും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ആഗ്രഹം അതല്ലേ? ഈ വല്ലാത്ത ദുഷ്ടലോകത്തിൽ നിന്ന് കാഹളം വല്ല പ്രകാരത്തിലും ഒന്ന് ധ്വനിച്ച് ഒന്ന് പോയാൽ മതിയെന്ന ഭക്തന്മാരുടെ ആഗ്രഹം. അറ്റ്ലസ് രാമേന്ദ്രൻ പോലും പറയാണ് ഒന്നും വേണ്ടാന്ന്, ജീവിച്ചു പോയാൽ പോരെ, ചാപ്പാടടിച്ചാൽ പോരെ. എൻജോയ് ചെയ്ത് തന്നെയാണ് ജീവിച്ചത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കാരണം യുവർ മൈൻഡ് ഈസ് കാം ആൻഡ് ക്വയറ്റ്. അതല്ല ഞാൻ ഇതുവരെ സമ്പാദിച്ചതൊക്കെ പോയില്ലേ, എന്ത് സമ്പാദ്യം? ഈ ഭൗതിക സ്വത്തുക്കൾ നിങ്ങൾക്കെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് ജീവിക്കാൻ പറ്റണം, വലിയ വിഷമമില്ലാതെ കണ്ട് ഭക്ഷണം കിട്ടണം, കിടന്നുറങ്ങാൻ പറ്റണം. ഇതൊക്കെയല്ലേ ഉള്ളൂ ലൈഫില്. കുറേയധികം ആത്മീയതയിലേക്ക് മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതായത് ഇതെല്ലാം അല്പം കുറച്ചു കാലത്തേക്കുള്ളതാണ്. വി ആർ ഓൾ ഓൺ വിസിറ്റ് വിസ ഹിയർ. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ എത്രയധികം അങ്ങനെ ചിന്തിക്കണം, എത്രയധികം അങ്ങനെ ചിന്തിക്കണം സഹോദരങ്ങളെ. അങ്ങനെ ഒരു നിലയിലേക്ക്, ആത്മീയമായ ഉന്നതിയിലേക്ക് നമ്മൾ വരണം. ആ ശിഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ വരണം. ശിഷ്യത്വത്തിൻ്റെ പാതയിലേക്ക്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനുമായിട്ടിങ്ങനെ സംസാരിച്ചപ്പോൾ കാനഡയിലുള്ള ചില കുടുംബങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവർ വെള്ളക്കാരാണ്, അവർ സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, ഉദ്ദേശത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണേ, അപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൽ ഘട്ടങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ബാധകമാകുമെന്ന്. അതെന്നെ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ സങ്കല്പങ്ങളായി പറയുന്നത്. അല്ല, കാനഡ ഒരു ധനിക രാജ്യമല്ലേ? അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ കാനഡ ഒഴിച്ചുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബൈബിളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. കാനഡയിലുള്ളവർക്ക് ഈ ബൈബിൾ ബാധകമല്ല. നമ്മുടെ വിശ്വാസികളുടെ ചിന്തകളാണ് പറയുന്നത്. വർഷങ്ങളായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുക എന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ കാനഡയിലുള്ളവർ അവർ സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ക്രിസ്ത്യ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടെന്നൊക്കെയാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കാനഡക്കാർക്ക് അതെങ്ങനെ ബാധകമാകുമെന്നാണ് ചോദിക്കുന്നത്. വല്ലാത്ത ചോദ്യം തന്നെ. കാനഡയിലോ അമേരിക്കയിലോ ബ്രൂണൈ സുൽത്താൻ്റെ ആ കൊച്ചി രാജ്യത്ത്, അതിൻ്റെ പേരും മറന്നുപോയല്ലോ, അവിടെയൊക്കെയുള്ള വിശ്വാസികളെ സംബന്ധിച്ച് എല്ലാവർക്കും ഈ വചനം, ഒരേ വചനമുള്ളൂ. വേറെ 2-3 ബൈബിളൊന്നുമില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ ബൈബിളും ഒരേ ആശയങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ, സങ്കല്പങ്ങൾ തലയിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ അങ്ങനെ ഞങ്ങളാരും ചിന്തിക്കുന്നില്ലെന്ന്. സഹോദരങ്ങളെ, ഒരാൾ ചിന്തിച്ച കാര്യമാണ് പറയുന്നത്. നമുക്ക് പ്രിയപ്പെട്ടവരല്ലേ എല്ലാവരും, അവരെയൊക്കെ കറക്റ്റ് ചെയ്ത് യഥാർത്ഥ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരണ്ടേ? അതുകൊണ്ടാണ് ഇനി ആരെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പരസ്യമായിട്ട് പറയുന്നത്. അങ്ങനെ ഒരാൾ ചിന്തിച്ചു, ഇപ്പോഴോ മേലാലോ ആരെങ്കിലും നമ്മളെ കേൾക്കുന്നവർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ 7 വൻകരകളിലും ദ്വീപസമൂഹങ്ങളിലും ഉള്ളവർക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ദൈവരാജ്യത്തിൽ വന്നാലും അദ്ദേഹത്തിനും ബാധകമാണ് ക്രിസ്ത്യ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടെന്നുള്ളത്. കഷ്ടങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി കിടക്കുന്ന ആ പൈസയൊക്കെ പെട്ടെന്ന് ആവിയായി പോവുക, അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങൾ ദൈവം അനുവദിക്കുന്നത് നമ്മെ പണിതൊരുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ അർത്ഥത്തിലല്ല അതൊന്നും എടുക്കേണ്ടത്. നമ്മെ പണിതൊരുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെയുള്ള കാര്യങ്ങളെ അനുവദിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സങ്കല്പമാണ്
നമ്മുടെ ആളുകൾ ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അങ്ങേ അറ്റത്തൊരു സ്റ്റേറ്റാണ് കാശ്മീർ. അതിൻ്റെ തുമ്പത്തുള്ളൊരു സ്ഥലമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ലേ ലഡാക്ക് ഇപ്പോൾ അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ ആ ലേ ലഡാക്കിൽ പോയി നമ്മുടെ തങ്കുച്ചായൻ, നമ്മുടെ ഡാമിനച്ചായൻ, നമ്മുടെ അവിടുത്തെ ആ ശമക്കൊച്ചമ്മയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒത്തിരി ആളുകളുണ്ടല്ലോ, ഒത്തിരി പേരുണ്ട്, എല്ലാവരുടെയും പേര് ഞാനിങ്ങ് ഓർക്കുന്നില്ല. താരുച്ചായൻ, അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്. ഇവരൊക്കെ ലഡാക്കിലൊരു മീറ്റിംഗ് വയ്ക്കുക എന്ന് വിചാരിച്ചു. ന്യായമായിട്ടും അവർ സ്വതസിദ്ധമായ ശൈലി പറയും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും, മാനിക്കും, ഉയർത്തും എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇന്ത്യ ഗവൺമെൻറ് അതൊന്നും നിരോധിച്ചിട്ടില്ല. എന്നെ വേണേലും പറഞ്ഞോ, ആളുകളെ അടിച്ച് പൊക്കുവോ താത്തുവോ എങ്ങനെ വേണേലും കൈകാര്യം ചെയ്തോ. പക്ഷേ ഈ സെയിം മെസ്സേജ് ഒരു ഫർലോങ് അപ്പുറയാണ് ചൈന, ഒരു ഫർലോങ് അപ്പുറം. പെന്തിക്കോസുകാർക്ക് ബുദ്ധിപദേശത്തിന് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. ഇതെല്ലാം ബുദ്ധിപദേശത്തിന് വേണ്ടി തന്നെയാണ്. ഒറ്റ ഫർലോങ് അപ്പുറം പോയി നിന്ന് ഈ സെയിം മെസ്സേജ് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ അത് ദൈവസഭയുടെ മെസ്സേജ് അല്ല. ദൈവസഭയുടെ മെസ്സേജ് എങ്ങനെയുള്ളതായിരിക്കും? അത് 7 വൻകരകളിലും ദ്വീപ സമൂഹങ്ങളിലും പ്രസംഗിക്കാൻ കൊള്ളാവുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കേണ്ടതാണ്. എവിടെയും ഒരു സന്ദേശമേ ഉള്ളൂ കർത്താവിൻ്റെ സഭയ്ക്ക്. ഓരോ രാജ്യത്തിന് വ്യത്യസ്ത സന്ദേശങ്ങളില്ല. അങ്ങനെ ഒരു മെസ്സേജ് ഇല്ലെന്നേ. ലഡാക്കിൽ നിന്ന് പ്രസംഗിക്കുന്ന അതേ മെസ്സേജ് തൊട്ടപ്പുറയുള്ള ടിബറ്റിൽ പോയി നിന്ന്, ചൈനയുടെ ഭാഗമാണെന്ന് ടിബറ്റിൽ നിന്നും പ്രസംഗിക്കാൻ കഴിയും. പക്ഷേ ചൈനയിലെ ക്രിസ്ത്യാനിറ്റി ഓപ്പണായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. ചൈനയിൽ ക്രിസ്ത്യാനിറ്റി ഇല്ലെന്ന് ചോദിച്ചാൽ ചൈനയിൽ ക്രൈസ്തവരുണ്ട്. ചൈനയിലെ ചർച്ചസിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെയുള്ള ചർച്ചസിന് പറയുന്നതാണ് 3 സ്റ്റാർ ചർച്ചസ് എന്ന്. അതായത് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന ചർച്ചസാണ് 3 സ്റ്റാർ ചർച്ചസ്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ചർച്ചുകളാണ്. എന്നുവെച്ചാൽ ആ ചർച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അവിടെ യേശുക്രിസ്തു ഒരു വിപ്ലവകാരിയാണെന്ന് പ്രസംഗിക്കാം. യേശുക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്താൻ വന്നു എന്നൊന്നും പറഞ്ഞേക്കരുത്. പാപം എന്നുള്ള കാര്യമൊന്നും പറയണ്ട, ക്രൂശെ കയറിയെന്നൊന്നും പറയണ്ട, വീണ്ടും വരുമെന്നൊന്നും പറയണ്ട. അല്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ ഗിരിപ്രഭാഷണവും ഏത് പ്രഭാഷണം വേണേലും നടത്തിക്കോ. ഇങ്ങനത്തെ ചില കാതലായ പോയിന്റ്സ് ഉണ്ട്, അതൊന്നും പറയാൻ പറ്റില്ല. 3 സ്റ്റാർ ചർച്ചസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാത്തലിക് ചർച്ചസ് ഉണ്ട് അവിടെ, അവരും ഏതാണ്ട് ഈ 3 സ്റ്റാർ ചർച്ചസിൻ്റെ ആ ഒരു ശൈലി തന്നെ പോകുന്നത്. അല്ലാതെ അവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അസൽ ക്രൈസ്തവരവിടെ കാട്ടിലും മേട്ടിലും ഗുഹകളിലൊക്കെയാണ്. കാറ്റക്കോമ്പൽ ചർച്ചസ്, അസൽ ക്രൈസ്തവർ. അവർക്ക് ഈ ലഡാക്കിലെ സന്ദേശം അവർക്ക് ബാധകമാകുമോ? അവർ പുറത്ത് വെട്ടപ്പെടാൻ പറ്റില്ല. ബൈബിളുമായിട്ടും വേദപുസ്തക സത്യങ്ങൾ ഇതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ പരസ്യവും നടത്താൻ പറ്റില്ല ചൈനയിൽ. നമ്മുടെ പിണറായി സഖാവിൻ്റെ സ്വന്തം ചങ്കിലെ ചൈനയിൽ ഞങ്ങളുടെ ഒരു അച്ചായനുണ്ട് കോട്ടയം ജില്ലയിൽ, അത്രേ പറയുള്ളൂ, അതിൽ കൂടുതൽ പറയില്ല. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞ് എനിക്ക് നെഞ്ചുവേദന എടുത്തു തുടങ്ങി. എന്നാ പറഞ്ഞാലും അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് വാ. നമുക്ക് ആരോടും വിരോധം വേണ്ട. നമുക്ക് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ നമുക്ക് ആരോടും വിരോധമില്ല. നമുക്ക് ആത്മാവിൽ ബോധ്യം കിട്ടുന്ന സ്ഥലത്ത് വോട്ട് ചെയ്തോ, അത്ര തന്നെ. അതല്ലാതെ നമ്മളെന്തിനാ ഇവർക്കൊക്കെ വേണ്ടി വാദിക്കുന്നതെന്ന് ചോദിച്ചാലും പുള്ളിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഞാൻ പ്രസംഗിച്ചാലും ഒക്കെ കേട്ടാലും ചങ്കിലെ ചൈന ചങ്കിന്ന് പറയില്ലെന്നാണ് പറയുന്നത്. ഏത് ചങ്കിലെ ചൈന സത്യക്രിസ്ത്യാനിത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത രാഷ്ട്രമാണ്. ഈ ലോകത്ത് ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത ചില രാജ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് ചൈന, നോർത്ത് കൊറിയ, അങ്ങനെ ചില രാജ്യങ്ങളുണ്ട്. അവിടെ ഓപ്പണായിട്ട് ക്രിസ്തീയ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാനും കഴിയില്ല. അപ്പം പിടിച്ചകത്തിടും. എത്രയോ വർഷം ജയിലിൽ കിടന്നവരുണ്ട്, ജയിലിൽ കിടന്ന് അവസാനിച്ചു പോയ മനുഷ്യരുണ്ട്. ഇന്നും അവിടെ രഹസ്യമായിട്ടാണ് ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ചൈനയല്ല നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞത് നമുക്കൊരു സന്ദേശമുണ്ടെങ്കിൽ ആ സന്ദേശം ലേ ലഡാക്കിൽ പ്രസംഗിച്ചാൽ അത് തൊട്ടപ്പുറം ടിബറ്റിലും പ്രസംഗിക്കാം, ചൈനയിലെമ്പാടും പ്രസംഗിക്കാം, ഷാങ്ഹായിലും പ്രസംഗിക്കാമെന്നേ. അതങ്ങ് മാൻഹാട്ടനിൽ നിന്നും പ്രസംഗിക്കാം, അത് എവിടെ നിന്നും പ്രസംഗിക്കാം. അങ്ങനെ എവിടെ നിന്നും ഇപ്പോൾ പരസ്യമായി പറയാൻ കഴിയില്ലെങ്കിലും ഒരാൾ നമ്മളോട് ആ സ്ഥലത്ത് വെച്ച് ചോദിക്കുകയാണ് എന്താണ് മെസ്സേജ് എന്ന് ചോദിച്ചാൽ, യെസ്, ഇതാണ് മെസ്സേജ്. അപ്പോൾ ചൈനക്കാരനെ ഉയർത്തും, മാനിക്കും, നിന്നെ യൂസഫിൻ്റെ കൂടെ ഇരുത്തി ചായ മേടിച്ച് തരും എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ പ്രാക്ടിക്കലല്ലെന്നേ. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതല്ല. അത് ക്രിസ്തീയ സന്ദേശമല്ല, അത് സൈറ്റാനിക്കാണ്, സാത്താന്യമാണ്. അങ്ങനത്തെ സാത്താന്യ സന്ദേശം ധാരാളം മുഴങ്ങുന്നൊരു സ്ഥലമാണ് മലയാളക്കര. അപ്പോൾ ഇത്ര തുറന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറയേണ്ട കാലമാണ്. ബുദ്ധിപദേശത്തിന് വേണ്ടി പറയുകയാണ്.
ഇപ്പം നമ്മൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗം തിമത്തിയോസിൻ്റെ ലേഖനം 6-ാം അധ്യായം അതിലെ കാര്യം പറഞ്ഞല്ലോ, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. അത് മാൻഹാട്ടനിൽ നിന്ന് പ്രസംഗിക്കാനും തൻ്റെ ഇടമുണ്ട് എനിക്ക്. അത് ഷാങ്ഹായിൽ നിന്നും പ്രസംഗിക്കും. പിന്നെ എവിടെ നിന്ന് പ്രസംഗിക്കണം? മോസ്കോയിൽ വേണോ? വണ്ടിക്കൂലി തന്നാൽ ഞാൻ മോസ്കോയിലും വരാം. മോസ്കോയിൽ നിന്ന് പ്രസംഗിക്കും, എവിടെ നിന്നും പ്രസംഗിച്ച് കളയും. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാം. അംബാനി ഇതിനകത്തേക്ക് വന്ന അംബാനിയോടും പറയും, മിസ്റ്റർ അംബാനി, ഇതാണ് സന്ദേശം, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ. എൻ്റെ ദൈവമേ, കോടീശ്വരനെ അംബാനിയോടും അങ്ങനെ പറയുമോ? നിശ്ചയമായും. പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ലേഖനമാണെങ്കിൽ അത് ദൈവരാജ്യത്തിൽ വന്ന എല്ലാവർക്കും ബാധകമാണ്. അദാനി വന്നാലും അംബാനി വന്നാലും എല്ലാവരോടും പറഞ്ഞു കളയും. പിന്നെ നിങ്ങളോട് പറയാനാണോ ബുദ്ധിമുട്ട്? എല്ലാവരോടും പറയും. അത് എഴുതി വെച്ചിരിക്കുകയെന്നേ. അത് ചരിത്രത്തിൽ കാഹളം ധനിക്കുന്നവരെ മുഴങ്ങേണ്ട സ്വരമാണ്. വിശുദ്ധന്മാരുടെ യാത്രയിൽ, അവിടെ യാത്രയിൽ എന്താ, നിങ്ങളുടെ പ്രാണനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. പോരാട്ടമുണ്ട്. സാത്താൻ പോരാടും ജഡമോഹങ്ങളിട്ട്. അല്ലാതെ നമ്മൾ 2 ലിറ്റർ പാല് മേടിക്കാൻ പോയപ്പോൾ സാത്താൻ ആ പാലെടുത്തോണ്ട് പോയി, ഇന്ന് പാലൊഴിക്കാതെ ചായ കുടിക്കേണ്ടി വന്നു, പോരാട്ടമാണ്. അങ്ങനെയൊന്നും അല്ല എൻ്റെ സഹോദരങ്ങളെ പോരാട്ടം. സാത്താൻ പാല് മിൽമേന്ന് പാലെടുത്തോണ്ട് പോയി എന്നൊന്നും പറഞ്ഞ് അതൊന്നും അല്ല വിഷയം. സാത്താൻ നമ്മളെ ട്രാക്കിൽ നിന്ന് മറിച്ചിടാൻ ശ്രമിക്കും. നമ്മൾ പോലും അറിയില്ല. തലകുത്തി വീണ് കഴിയുമ്പോൾ അറിയുള്ളൂ. ചില സമയത്ത് ഈ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിക്കുമ്പോൾ അങ്ങനെ ഓടിച്ചവർക്ക് അറിയാം, തുടക്കകാലത്ത് എന്തായാലും ഒരു 2-3 വീഴ്ചയൊക്കെ വീഴും. ആ വീണൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, എൻ്റെ ദൈവമേ ഞാൻ വീണല്ലോ എന്ന്. ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് വീണ് കളഞ്ഞത്. വീണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്നിട്ട് നോക്കുമ്പോഴേ എൻ്റെ പൊന്ന്, ആള് താഴെ പോയി. ബൈക്കേന്നൊക്കെയാണ്, ബൈക്കിൻ്റെ വിഷയം വെച്ചാൽ ഞാൻ പറഞ്ഞത്. അപ്പം ഞാനും അങ്ങനെ വീണിട്ടുള്ള ആളാണ്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അവിടെ വീഴേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതിനുള്ള ഒരു കാര്യം കാണുന്നില്ല അവിടെ വീഴാൻ. പക്ഷെ വീണുപോയി. അതായത് അതിൻ്റെ നിയമവശങ്ങൾ തെറ്റിച്ച് കളഞ്ഞു. ബ്രേക്ക് പിടിക്കേണ്ട സ്ഥാനത്ത് ക്ലച്ച് പിടിച്ചു. അപ്പോൾ വണ്ടി ന്യൂട്രലായി പോയി. അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി നിയമം വയലേറ്റ് ചെയ്തപ്പോൾ സംഭവിച്ച ഒരു അപകടമാണ് അത്. ഇപ്പോൾ എവിടെ നിയമം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നിയമം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക. ഈ യാത്രയിൽ സൈറ്റാൻ ഇങ്ങനെ ചെയ്യും. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, അതായത് ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക്, അതിരപ്പള്ളി അല്ലെന്നേ, പിന്നെയും പോകാമല്ലോ നമുക്ക്, മലക്കപ്പാറ വഴി വാൽപ്പാറയ്ക്ക് പോകാം, അങ്ങനെ ആളിയാർ വഴി പൊള്ളാച്ചിക്ക് വരാം, പാലക്കാടിനും വേണേൽ വരാം, എവിടെ വേണേലും വരാം. അപ്പോൾ സഹോദരങ്ങൾ, ഈ വഴിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആന ക്രോസ് ചെയ്യുന്ന അതിൻ്റെ വഴിയുണ്ട്. ആനത്താരാന്നോ മറ്റോ അതിന് പറയുന്നത്. എനിവേ ബോർഡ് കാണും അവിടെയൊക്കെ. അല്ലെങ്കിൽ കടുവ ക്രോസ് ചെയ്യുന്ന ഭാഗം. എന്തിനാണ് അവിടെ ബോർഡ് വയ്ക്കുന്നത്? നമ്മുടെ കാശ് കൊടുത്ത് വണ്ടി മേടിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ പോവുക. അന്നേരം നമ്മളെ അലോസരപ്പെടുത്താൻ വേണ്ടിയിട്ട് വഴിക്ക് ആനയുണ്ടെന്ന്. എന്തോന്ന് ആന? ഞാൻ വില കൂടിയ BMW പോകുന്നത്. ആനയുണ്ടെന്നുള്ള ബോർഡൊക്കെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അങ്ങനെ വെക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ കാട് ആസ്വദിച്ച് പോവുകയാണ്. ആസ്വദിച്ച് പോകുമ്പോൾ ഇടയ്ക്ക് തുമ്പിക്കൈയും കൊണ്ട് ഒരു അലക്കലക്കും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയുള്ള പുള്ളിയുടെ പേരും മറന്നുപോയല്ലോ, കബാലി. അത് തന്നെ പുള്ളിക്കാരൻ ഒത്തിരി പേരെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്, കബാലി. അപ്പോൾ അതെന്തിനാ സർക്കാർ മുന്നറിയിപ്പ് കൊടുക്കുന്നത്? പിന്നെ തന്നെ വാച്ചർമാരെ ആക്കിയിട്ടുണ്ട് അവിടെ. വാച്ചർമാരെ, ഫോറസ്റ്റ് വാച്ചർമാരെന്ന് പറയും. ഈ വിദ്വാന്മാർ ഇടയ്ക്കിടയ്ക്ക് ആളുകളോട് പറയും, ആന ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ അതുവഴി ക്രോസ് ചെയ്യണ്ട. ഞാൻ കരം തീർത്ത്, ഞാൻ അങ്ങനെ ഇന്ത്യൻ പൗരൻ, കണ്ടോ എൻ്റെ കാർഡ് കണ്ടോ, വോട്ടേഴ്സ് ഐഡിയാണ്, എന്നോട് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, ഞാൻ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ കബാലി നിന്നെ ചവിട്ടിക്കൂട്ടി തകർത്ത് കളയും. അങ്ങനെ തകർത്ത് കളഞ്ഞവരുടെ ചരിത്രം ഈ പുസ്തകത്തിൽ കിടക്കുകയെന്ന്. ഹ്യൂമനിയോസും ഫിലേത്തോസും അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയ കപ്പലിൻ്റെ കഥ എഴുതി വെച്ചിരിക്കുക. അതൊക്കെ പ്രസംഗിക്കും, ഞങ്ങൾ പ്രസംഗിക്കും. നിങ്ങളുടെ കപ്പൽ തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കപ്പൽ തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തമ്പുരാൻ തൻ്റെ ദാസന്മാരിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ മെസ്സേജിലേക്ക് ഇതുവരെ അങ്ങ് കടന്നില്ല. മെസ്സേജിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആമുഖത്തിൽ ഇത്രയേ പറഞ്ഞുള്ളൂ. ആമുഖം നീണ്ടുപോയി, സാരമില്ല. നമ്മുടെ മെസ്സേജുകൾ ഇങ്ങനെയൊക്കെയാണല്ലോ. ഇങ്ങനെ നൂല് പിടിച്ചിട്ടൊന്നും അല്ല. ഇത്ര മിനിറ്റ് നമ്മൾ ഇൻട്രഡക്ഷൻ പറയും, പിന്നെ അത് കഴിഞ്ഞ് മെസ്സേജിൻ്റെ ബോഡി ഇങ്ങനെയായിരിക്കും, കൺക്ലൂഷൻ ഇങ്ങനെയായിരിക്കും. അങ്ങനത്തെ ഒരു ഇടപാടുമില്ല. പ്രിയപ്പെട്ടവരോട് ഞാൻ ഹൃദയപൂർവ്വം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്താണ് അങ്ങനെ മുന്നറിയിപ്പുകൾ വരുന്നത്. കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ, 3 ന്യായവിധികൾ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വയ്ക്കുകയല്ലായിരുന്നോ? യാഗപീഠത്തിൽ കത്തിയ തീ, അതിലേക്ക് ദൈവ കോപാഗ്നി ഇറങ്ങി വന്നു. മനുഷ്യപുത്രൻ അതിൽ വെന്തുരുകി. ഭയങ്കര ഭയാനകമായ ന്യായവിധി. ആ കാഴ്ച കണ്ടിട്ട് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, ഇത്ര വലിയ വില കൊടുത്ത് മരണം ആസ്വദിച്ചവനോട് ചേരുവാൻ
സ്നാനമേൽക്കുവാൻ കഴിയുമോ നിനക്ക് എന്ന്. അങ്ങനെ സ്നാനമേൽക്കുന്നതിന് മുമ്പ് അടുത്ത കാര്യം കൂടെ പറയും. ശേഷിച്ച ജീവിതം അവൻ്റെ മുമ്പാകെ സറണ്ടർ ചെയ്യേണ്ടി വരും. അങ്ങനെയെങ്കിൽ മാത്രം സ്നാനപ്പെട്ടാൽ മതിയെന്ന്. അയ്യോ, ഇത് കണ്ടിട്ട് സഹാനുഭൂതിയിൽ ഈ കർത്താവിനോട് ചേർന്നില്ലെങ്കിൽ കർത്താവിന് വിഷമമാവുമല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഈ കർത്താവിനോട് ചേർന്ന് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ മാത്തമാറ്റിക്സ് ഇങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതുപോലെയാണ് ഈ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ. സഹോദരങ്ങളെ, ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നൊരു വിഷയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രൂശിൻ്റെ ശത്രുക്കൾ ചിലതെല്ലാം പറയാനുണ്ട്, ചിലതെല്ലാം. അതിൽ ഏറ്റവും വലിയ വഞ്ചനാപരമായ കാര്യം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശയുള്ളൊരു നിലയിലേക്ക് ദൈവമക്കളെ കൊണ്ടുപോകുന്ന ധാരാളം പ്രസംഗർ കൂണുപോലെ മുളച്ചൊരു കാലമാണ്. അവരുടെ എണ്ണം അധികമാണ്. അവർ വചനത്തിൽ കൂട്ടുചേർക്കും, വചനം വളച്ചൊടിക്കും. ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 2 കൊരിന്ത്യർ ലേഖനം 2:17 വാക്യം. 2 Corinthians chapter 2 verse 17. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ലെന്ന്. ഞങ്ങൾ നിർമ്മലതയോടും സത്യസന്ധമായി ദൈവസന്നിധിയിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പം കൂട്ടുചേർക്കുന്ന ആളുകൾ, ജനത്തെ വഴിതെറ്റിക്കുന്ന ആളുകൾ ധാരാളം ചുറ്റുമുണ്ട്. അതിനിടയിൽ ഞങ്ങളെന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്, തുച്ഛമാണ്. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ കൂട്ടുചേർക്കാത്തവർ. നിർമ്മലമായ വചനം അതങ്ങനെ തന്നെ ഉള്ളതുപോലെ പ്രസംഗിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ പാലിൽ വെള്ളം ചേർത്തതെന്നാണ് പറയുന്നത്, പാലും വെള്ളം എന്ന് പറയും. അസൽ പാല് കുടിക്കുന്നതും പാലും വെള്ളം കുടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പാല് കുറച്ച് കട്ടിയാണ്, അത് വെള്ളം ചേർക്കുമ്പോൾ അത് ഡൈലൂട്ട് ചെയ്യും, അല്ലേ? ഡൈലൂട്ട് ആവില്ലേ? അതുപോലെയാണ് ദൈവവചനം ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ജീവനില്ല, അതിന് ഗുണമില്ല, പോഷകം ലഭിക്കില്ല അതിൽ നിന്ന്. അപ്പോൾ ഈ വാക്യത്തിലൂടെ കണ്ട കാര്യം എന്താ? നമ്മുടെ ചുറ്റും ധാരാളം വചനത്തിൽ കൂട്ടുചേർക്കുന്നവരുണ്ട്. അതിന് നടുവിലാണ് നമ്മൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് പോലെ, കാഹളനാദം പോലെ, മരുഭൂമിയിലെ ശബ്ദം പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിന് ബുദ്ധിയുപദേശത്തിനായിട്ട്, ആത്മീയ വർധനവിനായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബുദ്ധിയുപദേശം മാത്രമല്ല, നമുക്ക് ആത്മീയ വർധനവ് ഉളവാകുന്ന കാര്യങ്ങളും ഇതിനകത്തൊക്കെയുണ്ട്. പറഞ്ഞു വരുമ്പോൾ പല കാര്യങ്ങളും അങ്ങനെ വരും. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ശൈലി, അവരുടെ രീതിയും ദൈവജനത്തെ അവർ കൂട്ടിക്കളയുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന എന്തോ അതിൽ നിന്ന് വിഭിന്നമായ നിലയിലേക്ക് ജനത്തെ വലിച്ചുകൊണ്ട് പോകുന്നൊരു കാര്യം കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച, അതിൻ്റെ ഒടുവിലത്തെ സമയം ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടു. ആ വീഡിയോയുടെ അകത്ത് പറയുന്ന കാര്യങ്ങൾ മുഴുവനുമല്ല, അതിൻ്റെ ഒരു ഭാഗികമായ ഒരു പകുതി കാര്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ കഴിഞ്ഞില്ല. ആ ഒരു കാര്യത്തിലേക്ക് ഇന്ന് കടന്നു വന്ന് എങ്ങനെയാണ് ആളുകൾ വഴിതെറ്റുന്നത്, വഞ്ചിക്കപ്പെടുന്നത് എന്ന കാര്യം ഒന്ന് ധരിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ അതങ്ങനെ പറയുമ്പോൾ പുതുതായിട്ടൊക്കെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് ആ വീഡിയോ അല്പം ഒന്ന് കാണിച്ചിട്ട്, ആ വീഡിയോയുടെ ഒരു പകുതി കാണിച്ചാൽ മതി, ഒന്ന് കാണിച്ചിട്ട് ഞാനതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ പൊള്ളത്തരങ്ങൾ അത് നിങ്ങളെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണമെന്നുണ്ട്. നമ്മളത് വേറെ ആംഗിളിൽ നിന്ന് പഠിക്കും. അവരങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, അവരുടെ പറച്ചിലുകളെ തലമുടി നാരി കീഴുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. പകരം നമുക്ക് മനുഷ്യർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങളെ കൂടുതൽ ഒന്ന് പ്രകാശിപ്പിച്ച് കിട്ടാൻ പാകത്തിനൊരു അന്വേഷണത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇന്റീരിയറിനൊക്കെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, തകർന്ന് തരിപ്പണമായി. അദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന വചനം, ദൈവം നമ്മളെ നന്നാക്കി ചെത്തി വെടിപ്പാക്കി ശരിയാക്കിക്കൊണ്ടിരിക്കുക. കേട്ട് ചെത്തി ഒന്നുമില്ല ഇപ്പം. എന്നാൽ ഇന്നർ ചേംബറിൻ്റെ വചനം കണ്ടപ്പോൾ കാഴ്ചപ്പാട് മാറി. ഇന്ന് ഹീസ് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്. കർത്താവ് ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുമ്പം വചനത്തിലൂടെയാണ്. വചനമാണ് നമ്മളെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുക എന്നൊക്കെ പറയുന്നത് അതാണ്. അല്ലാതെ തന്നെ സ്നേഹിക്കുന്നവരെ രാവിലെ മുണ്ടൊക്കെ മടക്കി വെട്ടുകത്തിയൊക്കെ ആയിട്ടാണ് കർത്താവ് വന്ന് കുറച്ചുകൂടെ ഇവനെ ഒന്ന് ചെത്തി വെടിപ്പാക്കണം.
ആൻഡ് ദാറ്റ് ഇസ് എ വെരി ഫോൾസ് നോഷൻ. വളരെ തെറ്റായ ടീച്ചിങ്ങാണ്. ദൈവം രോഗം തരുന്നതും അല്ലെങ്കിൽ യേശു മരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആ വാക്ക് ഹിംസെൽഫ് എന്നുള്ള വാക്ക് ഭയങ്കര എന്നാ പറയേണ്ടത്, സ്ട്രെങ്ത് തരുന്ന. ഹി ഹിംസെൽഫ് ബോർ അവർ ഇൻഫർമിറ്റീസ്, മത്തായി സുവിശേഷം 8:17. അതുപോലെ തന്നെ എബ്രായർ 13:5, ഹി ഹിംസെൽഫ് ഹാസ് സെഡ്. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടു. ഇന്ന് മലയാളക്കരയിൽ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് പ്രഭാഷകൻ. അദ്ദേഹം ഒരു ന്യൂ ജനറേഷൻ പെന്റിക്കോസ്റ്റ് ഗ്രൂപ്പിൻ്റെ വലിയ ഗ്രൂപ്പിൻ്റെ തലവനാണ്. അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങൾ ഇത് പൊതുവിൽ ആളുകൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പൊതുവിൽ ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കും. അതായത് ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരുടെ ഒരു കാലമാണല്ലോ. അതുകൊണ്ട് ആളുകൾ തെറ്റായി ചിന്തിക്കും. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു ഇൻറ്റീരിയർ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം തകർന്ന് തരിപ്പണമായിപ്പോയി. അങ്ങനെ തകർന്ന് തരിപ്പണമായി പോയ ആ മനുഷ്യൻ, അദ്ദേഹം ഒരു പെന്റിക്കോസ്റ്റുകാരനായിരുന്നു. ക്ലാസിക്കൽ പെന്റിക്കോസ്റ്റിലുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം നിരന്തരം കേട്ടുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവം നമ്മെ നന്നാക്കി ദൈവം നമ്മെ ചെത്തി വെടിപ്പാക്കി നന്നാക്കിക്കൊണ്ടിരിക്കുക എന്നാണ് പുള്ളി കേട്ടത്. അത്രയും പറയുമ്പോൾ ഒരു ആക്കിയ ചിരിയുണ്ട് നമ്മുടെ ഈ ഇൻ്റർനാഷണൽ പ്രഭാഷകൻ്റെ മുഖത്ത്. ഒരു വല്ലാത്ത ചിരി. അതായത് ഇദ്ദേഹം ഇങ്ങനെ കേട്ട് തകർന്നു പോയി. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം ഇന്നർ ചേംബറിൻ്റെ വചനം കേട്ടപ്പോൾ കാഴ്ചപ്പാട് മാറി. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം ഇന്നർ ചേംബറിൻ്റെ വചനം കേട്ട് കാഴ്ചപ്പാട് മാറി. അതായത് ആ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോയി, ദേമാസിനെ പോലെ പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇതാരെക്കുറിച്ചാണോ പറഞ്ഞത് നമുക്കറിയില്ല. ആ മനുഷ്യൻ ദേമാസിൻ്റെ ശിഷ്യനായിട്ട് പുറത്തു പോയി ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. അതാണ് അദ്ദേഹം പറയുന്നത്. കാഴ്ചപ്പാട് മാറി. ഇന്ന് അദ്ദേഹം പെന്തക്കോസ്ത് വിട്ട് പുറത്തു വന്നു. കർത്താവ് ചെത്തി അങ്ങനെ പെന്തക്കോസ്ത് വിട്ട് പുറത്തു വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നീട് താൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, കർത്താവ് ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുമ്പോൾ വചനത്തിലൂടെയാണ് ചെത്തുന്നത്, വചനമാണ് ചെത്തുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുക എന്ന് പറയുന്നത് അതാണ്. ഇത് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കണമെന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിലെ ഒരു ഭാഗമാണ്. അതിൻ്റെ 2-ാം വാക്യത്തിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, ഈ ലോകത്തിന് അനുരൂപരാകരെന്നൊക്കെയുണ്ട്. അപ്പോൾ ചെത്തുക എന്ന് പറഞ്ഞാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്നുള്ളതാണ്. നോക്കണം, 2 വാക്യം അത്. അതായത് ചെത്തുക എന്നുള്ള വിഷയം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിന് കാരണം പറയുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുക എന്നുള്ളതാണ് പറയുന്നത്. തോട്ടക്കാരനായ കർത്താവ് നമ്മൾ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തുക മീൻസ് പ്രൂൺ ചെയ്യുക എന്നുള്ളതാണ്, പ്രൂൺ ചെയ്യുക. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണ്, അതായത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അത് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണ്. അത് നമ്മളോട് പറയുന്ന കാര്യമാണ്. ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പകരം മനസ്സ് പുതുക്കി, അതായത് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്താഗതി നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ ചിന്താഗതികളൊക്കെ നിങ്ങൾ തന്നെ ബലിപീഠത്തിലേക്ക് വെക്കണം. അതായത് ദൈവഹിതത്തിന് വിരുദ്ധമായ ചിന്താഗതികൾ, വചനമാകുന്ന അഗ്നി, ദൈവത്തിൻ്റെ വചനമാകുന്ന അഗ്നി കത്തുമ്പോൾ, യിരെമ്യാവിൻ്റെ പുസ്തകം 23:29 ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ വചനമാകുന്ന അഗ്നി കത്തുമ്പോൾ ഈ പറഞ്ഞ നിലയിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ അഗ്നിയുണ്ട്. ആ അഗ്നിയാൽ ഇങ്ങനെയുള്ള ചിന്തകളെയൊക്കെ മരിപ്പിക്കണം. അതിനെയൊക്കെ മരിപ്പിക്കണം എന്നുള്ളതാണ് അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നാണ് പറയുന്നത്. അതേസമയം യോഹന്നാൻ 15 പറയുന്നത് ഞാൻ നിങ്ങളെ ചെത്തുമെന്നുള്ളതാണ്. തമ്പുരാൻ നമ്മെ ചെത്തുമെന്നുള്ളതാണ്. നമ്മുടെ അനുവാദമൊന്നും വേണ്ട. നമ്മൾ സമർപ്പിതരാണെങ്കിൽ നിശ്ചയമായും അങ്ങനെ ഒരു സമർപ്പണാനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിടി കൊടുക്കാതെ നടക്കുന്നവരുടെ കാര്യമല്ല, പിടി കൊടുത്തവരാണെങ്കിൽ, ആ സമർപ്പണത്തിലാണെങ്കിൽ, യെസ്, തിരുഹിതം പോലെ എൻ്റെ ജീവിതം പണിയപ്പെടട്ടെ, അങ്ങ് എൻ്റെ ജീവിതത്തെ അങ്ങയുടെ ഹിതം പോലെ നല്ല കുശവൻ എന്നെ ആ നല്ല മാനപാത്രമാക്കിക്കോ എന്ന ഒരു സമർപ്പണത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ, അത് കുശവനും മാനപാത്രവും വേറെ സബ്ജക്റ്റാണ്. ഇവിടെ നമ്മൾ അധികം ഫലം കായ്ക്കേണ്ടതിന് തോട്ടക്കാരൻ നമ്മെ ചെത്തുമെന്നുള്ളതാണ്. നമുക്ക് ആ വാക്യം വായിക്കാം.
യോഹന്നാൻ 15:2 യോഹന്നാൻ്റെ സുവിശേഷം 15:2 എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അവിടെ വേറൊരു കാര്യം കൂടെ കാണുന്നുണ്ട്. കായ്ക്കാത്ത കൊമ്പ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതങ്ങനെ നിന്ന് കഴിഞ്ഞാലും പ്രയോജനമില്ല, അങ്ങനത്തെ കൊമ്പുകളെയൊക്കെ നീക്കിക്കളയുമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ? എന്നിൽ കായ്ക്കുന്ന കൊമ്പ് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. കണ്ടോ? എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും. സഹോദരങ്ങൾ, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടണം. ഇതാരെ പറയുന്നത്? ഇത് ഊഹാപോഹമാണോ ഈ കേൾക്കുന്നത്? എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും. അതല്ലേ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന പോലെ എത്രയോ കാലമായിട്ട് മഴ പെയ്യുന്നു, ഈ വെള്ളമൊക്കെ വലിച്ചെടുക്കുകയല്ലേ, എല്ലാ കാര്യങ്ങളും വലിച്ചെടുത്തിട്ടും എബ്രായ ലേഖനം പറയുന്ന പോലെ കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാണ്. അങ്ങനെ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവർ എവിടെ എത്തിയിട്ടില്ലാത്ത ആ അവസ്ഥ മുന്നറിയിപ്പാണ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അതിന് നമ്മൾ കാണുന്ന പ്രൂൺ ചെയ്യുക എന്നുള്ളതാണ്. മുന്തിരിവള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കേട്ടിട്ടില്ലാത്ത ആരും ഇതിനകത്തുണ്ടാകില്ല. മുന്തിരിവള്ളി. അതുപോലെ നമ്മുടെ നാട്ടിലുള്ളൊരു കാര്യമാണ് കാപ്പിത്തോട്ടം. വയനാട്ടിലും പിന്നെ ഇടുക്കി ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്കറിയാം. അത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാപ്പിയുള്ളത് വയനാട്ടിലാണ്. പിന്നെ കർണാടകയാണ് കാപ്പിയുടെ കേന്ദ്രം എന്ന് പറയുന്നത്. ചിക്ക്മാംഗ്ലൂർ ഡിസ്ട്രിക്റ്റ്, കൊടക്, അങ്ങനെ വേറെ 2-3 ഡിസ്ട്രിക്റ്റുകളുണ്ട്. ഇവിടെയൊക്കെയാണ് ഇന്ത്യയിൽ, എനിക്ക് തോന്നുന്നു ഇന്ത്യ മാത്രമല്ല ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാപ്പി തോട്ടമുള്ള സ്ഥലങ്ങളാണ്. അത് 500 ഏക്കർ, 1000 ഏക്കർ, 5000 ഏക്കർ അങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഈ പ്രസിദ്ധമായ മലയാള മനോരമയ്ക്ക് ആ ഭാഗത്ത് ചിക്ക്മാംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൽ ഏതാണ്ട് 5000 ഏക്കറാണ് കാപ്പിത്തോട്ടം ഉള്ളത്. അങ്ങനെ മലയാളികളായ ഒത്തിരി പേർക്ക് അവിടെയൊക്കെ തോട്ടമുണ്ട്. ഓക്കെ, ഈ കാപ്പിയുമായി ബന്ധപ്പെട്ട് അതിന് കവാത്തി ചെയ്യുക എന്ന് പറയും. കാപ്പി ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നാട്ടുപുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാപ്പിയുണ്ട്, അതിങ്ങനെ വലിയ മരം പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അങ്ങനെയല്ല കാപ്പിത്തോട്ടം. വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാപ്പിത്തോട്ടം കാണാം. തേയിലത്തോട്ടം പോലെ തന്നെ ഇരിക്കും കാപ്പിത്തോട്ടം. തേയില നമ്മുടെ അരയ്ക്കൊപ്പം പൊക്കത്തിലാണ് തേയില നിൽക്കുന്നത്. സെയിം പോലെ തന്നെയാണ് കാപ്പിയും. ഏതാണ്ട് ആ ഒരു പൊക്കത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴുത്തൊപ്പം പൊക്കത്തിൽ ഏറ്റവും കൂടിയാൽ അത്രയും പൊക്കം പോവില്ല, അതിൽ താഴെ നിൽക്കും കാപ്പി. അപ്പോൾ അത് അങ്ങനെ നിർത്തുന്നത്, അത് കട്ട് ചെയ്താണ് അങ്ങനെ നിർത്തുന്നത്, കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ശിഖരങ്ങളൊക്കെ എല്ലാ സ്ഥലത്തേക്കും പടരും. അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും പടർന്നു വരാൻ വേണ്ടി കാപ്പി എന്ത് ചെയ്യും? അങ്ങനെ കട്ട് ചെയ്ത് അതിനെ കവാത്തി ചെയ്യുക എന്നുള്ളതാണ് ഈ ഈ ഹൈറേഞ്ചുകാരുടെയും വയനാടുകാരുടെയും ഒക്കെ ഒരു ഭാഷയാണത്. അതിങ്ങനെ കട്ട് ചെയ്ത് നിർത്തും. അപ്പോൾ അത് കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് അല്പം വേദനയുണ്ട് സഹോദരങ്ങളെ. വേദനയില്ലാത്ത കാര്യമല്ല, വേദനയുണ്ട്. വേദനാജനകമായ അനുഭവങ്ങളുണ്ടാകും. അത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനല്ല പറഞ്ഞത്. തോട്ടക്കാരൻ വന്ന് ആ ഉപകരണം ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഓക്കെ, കാപ്പിയല്ല നമ്മുടെ സബ്ജക്റ്റ് മുന്തിരിവള്ളിയാണ്. അപ്പം കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയില്ലെന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? ഇപ്പോൾ ഈ വായിച്ച വാക്യത്തിൽ കണ്ടതുപോലെ കായ്ക്കാത്ത കൊമ്പൊക്കെ മുറിച്ച് കളയും, അതേസമയം കായ്ക്കുന്ന കൊമ്പുകൾക്ക് വേണ്ടിയിട്ട് അതിനെ ചെത്തും എന്നുള്ള മലയാള പദമാണ് അപകടം വരുന്നത്. ചെത്തുക എന്നുള്ളതല്ല ശരിക്കും ഉദ്ദേശിക്കുന്നത്. ചെത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചില മരമൊക്കെ വെട്ടിയിട്ടിട്ട് അതിൻ്റെ പുറന്തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ആ തടിമില്ലിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പല കാലത്തും അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ചെത്തലല്ലത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൂൺ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്. അതിൽ ചില ഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത് കട്ട് ചെയ്ത് കളയും. അതുപോലെ ചില ഭാഗങ്ങൾ കൂടുതൽ ഈ ബ്രാഞ്ചസ് ഉണ്ടാകാൻ പാകത്തിനൊക്കെ ചെയ്യും. അങ്ങനെ പല കാര്യങ്ങൾ ഈ മുന്തിരിച്ചെടിയിൽ ചെയ്യും. അതിൻ്റെ എക്സ്പേർട്സ് ഉണ്ട്. നമ്മൾ പോയി അതൊന്നും ചെയ്യാൻ പറ്റില്ല. എക്സ്പേർട്സ് അവരാണിത് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ പ്രസിദ്ധരായ ആൾക്കാർ, ആ പണിയിൽ ഏർപ്പെട്ട ആൾക്കാരുണ്ട്, വളരെ തൊഴിൽ പരിചയമുള്ളവരുണ്ട്. അവരത് കൈകാര്യം ചെയ്യുമ്പോൾ, നല്ല നിലയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അടുത്ത വർഷത്തെ ഈൽഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. കൂടുതൽ വിളവെടുപ്പായിരിക്കും അടുത്ത വർഷം വരുന്നത്. അപ്പോൾ അവിടെ ഈ ഉപകരണം ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുന്ന ഭാഗമുണ്ട്,
അങ്ങനെ പല കാര്യങ്ങളുണ്ട്, ചില ബഡ്ഡിങ്ങുകളുണ്ട് അതിനകത്ത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ മുന്തിരിത്തോട്ടത്തിൽ ഈ മുന്തിരിവള്ളി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിൽ ഇവിടെയാണ് മത്തായി 7:13-14 വിട്ടിട്ട് അവിടെ കഷ്ടങ്ങളില്ലെന്ന് ഞാൻ പറഞ്ഞു. അതേസമയം യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം കഷ്ടങ്ങൾ അനുവദിക്കും. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ കാര്യങ്ങൾ അനുവദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മെ ചെത്തി വെടിപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവദൂഷണം പറയുന്ന ആ മനുഷ്യൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ദൈവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സങ്കല്പം അദ്ദേഹം പറയുന്നത്. അതായത് ആ മനുഷ്യൻ കേട്ടുകൊണ്ടിരുന്നത് ദൈവം നമ്മെ നന്നാക്കി ദൈവം നമ്മെ ചെത്തി ഒരു പരുവാക്കുമെന്ന്. അങ്ങനെയാണോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ വചനം കേട്ടപ്പോൾ ആ മനുഷ്യൻ അതിൽ നിന്ന് പുറത്തു വന്നു എന്ന്, ദേമാസിനെ പോലെ പുറത്തു വന്നു. അങ്ങനെ പിന്നീട് താൻ പറയുന്നത് ദൈവത്തെക്കുറിച്ച് പറയാണ്, ഇങ്ങനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ തന്നെ സ്നേഹിക്കുന്നവരെ രാവിലെ തമ്പുരാൻ മുണ്ടൊക്കെ മടക്കി കുത്തി വെട്ടുകത്തിയുമായി വന്ന് ഇവനെ ഇന്ന് ചെത്തി ശരിയാക്കണം, ഇവനെ വെടിപ്പാക്കണം എന്നൊക്കെയാണോ ദൈവം ചിന്തിക്കുന്നത്? അങ്ങനത്തെ ചിന്തകളൊക്കെ അതൊക്കെ ഫാൾസ് നോഷനാണ്. ഇത് വളരെ തെറ്റായ ടീച്ചിങ് ആണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ദൈവം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. വച്ചടി കയറ്റമാണ്. ഒരു പ്രോസ്പെരിറ്റിയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടല്ലേ ക്രിസ്തു തൻ്റെ ജീവൻ കാൽവറിയിൽ തന്നത്. പിന്നെ കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ മലയാളത്തിലാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയുകയാണ്, നമ്മുടെ കർത്താവ് എബ്രായ ലേഖനത്തിലും വേറെ ഏതോ ഒരു ലേഖനത്തിലും പറഞ്ഞു, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതെന്തിനാ മരിക്കാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത്? നമ്മെ ഇങ്ങനെ ഇട്ട് ചെത്തി വല്ലാത്ത പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. കർത്താവ് ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് നമ്മെ ഇങ്ങനെ വെട്ടുകത്തിക്ക് വെട്ടി നുറുക്കി ഒരു പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടാണോ കർത്താവ് അങ്ങനെ ചെയ്തതെന്നാണ് ഈ മാന്യൻ ചോദിക്കുന്നത്. ദൈവം രോഗം തരുന്നു, കഷ്ടതകൾ തരുന്നു, തകർച്ചകൾ അനുവദിക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ ടീച്ചിങ്ങാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ യേശു മരിക്കേണ്ട ആവശ്യമുണ്ടോ? ഭയങ്കരം. അങ്ങനെയൊക്കെ ആണെങ്കിൽ യേശു മരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഇവിടെയാണ് സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്. രക്ഷയുടെ ABCD അറിയാവോ ഈ കക്ഷികൾക്ക്? ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരാണ് അവിടെയൊക്കെ പെട്ടുകിടക്കുന്നത്. രക്ഷയുടെ ABCD അറിയില്ല. ഒരുവൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുമ്പോൾ അവൻ ദൈവരാജ്യത്തിൽ വരുമ്പോൾ അവൻ്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഗ്രാഹ്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വർത്തമാനങ്ങൾ പറയുമോ? അപ്പോൾ പൂർവന്മാരായ വിശ്വാസികളെക്കുറിച്ചും വിശുദ്ധന്മാരെക്കുറിച്ചും വിശുദ്ധ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ മണ്ടത്തരമായിപ്പോയോ? ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ? ചെത്തുമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? ചെത്തുമെന്ന് പറഞ്ഞാൽ ചെത്തും. അത് 1-ാം നൂറ്റാണ്ടിലേക്ക് നോക്കണം. നമ്മൾ അപ്പസ്തലന്മാരിലേക്ക് നോക്കണം. അധികം ഫലം കായ്ക്കേണ്ടതിന് അവരെയൊക്കെ ചെത്തിയോ? ആ കാലഘട്ടത്തിലെ വിശുദ്ധന്മാരെ ചെത്തിയോ? പ്രൂൺ ചെയ്തോ? റിസൾട്ട് ഉണ്ടായോ? എന്നൊക്കെയുള്ളതൊരു ചോദ്യമല്ലേ? അല്ലേ? നാം രക്ഷയിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് സാധിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ദേഹത്തിൻ്റെയും ദേഹിയുടെയും വീണ്ടെടുപ്പ് പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ തന്നെ നമ്മിൽ കാർണൽ നേച്ചറുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ ഉള്ളിൽ ജഡം വസിക്കുന്നു. ഇതെല്ലാം ചിന്തിച്ചിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. ആ കാർണൽ നേച്ചറിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരണം. അതിനാണ് ചെത്തുന്നത്, പ്രൂൺ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. നമ്മിൽ ക്രിസ്തുവിൻ്റെ സ്വരൂപം വരണം. പിതാവ് സൽഗുണപൂർണനാണ്. ആ സൽഗുണപൂർണതയിലേക്ക് നമ്മെ നടത്തണം. ആ സൽഗുണപൂർണരല്ല നമ്മൾ ജസ്റ്റിഫിക്കേഷൻ ലഭിക്കപ്പെട്ടവരാണ്, നീതീകരിക്കപ്പെട്ടവരാണ്. അല്ലാതെ നമ്മൾ മാലാഖമാരായിട്ടില്ല. രക്ഷിക്കപ്പെട്ട ആരും മാലാഖയല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. അത് വാസ്തവം തന്നെയാണ്. പഴയത് കഴിഞ്ഞു പോയി, അതൊക്കെ സത്യം തന്നെയാണ്. അപ്പോൾ തന്നെ പഴയ മനുഷ്യൻ നമ്മിലുണ്ട്. കാർണൽ നേച്ചറുണ്ട് നമ്മിൽ. ആ പഴയ മനുഷ്യനിൽ ജഡം വസിക്കുന്നു. ജഡത്തിൻ്റെ ചിന്തകളുണ്ട്, ആ സ്വഭാവങ്ങൾ നമ്മിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇരിക്കുമ്പോൾ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഗലാത്യ ലേഖനം എന്ന് പറയുന്നൊരു ലേഖനമുണ്ട്. അതിൻ്റെ 5-ാം അധ്യായത്തിൽ വളരെ സവിസ്തരമായി 2 പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. ഒന്ന് ജഡത്തിൻ്റെ പ്രവൃത്തി, ഒന്ന് ആത്മാവിൻ്റെ ഫലം. ഒന്ന് ജഡത്തിൻ്റെ പ്രവൃത്തി, അതാ തുടക്കത്തിൽ പറയുന്നത്, 19 മുതൽ താഴേക്കുള്ള വാക്യം. പിന്നീട് 22 മുതൽ 21 മുതലോ മറ്റോ താഴേക്ക് പറഞ്ഞു വരുമ്പോൾ ആത്മാവിൻ്റെ ഫലം, തുടക്കം തന്നെ പറയുന്നത് സമാധാനവും സന്തോഷവും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നത്. ഫലങ്ങളല്ല, ഫലം,
ആത്മാവിൻ്റെ ഫലം. അപ്പോൾ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കപ്പെടണമെങ്കിൽ, ആത്മാവിൻ്റെ ഫലം മാത്രമല്ല, കൃപാവരങ്ങൾ, അങ്ങനെ അനവധി കാര്യങ്ങളുണ്ടല്ലോ. ഈ വക കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്ന് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, ജഡമാണ് നമ്മളെ ലീഡ് ചെയ്യുന്നതെങ്കിൽ, ഗൈഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഫ്ലഷ് ലെഡ് ലൈഫാണ് നയിക്കുന്നതെങ്കിൽ നിശ്ചയമായും ആത്മാവിൻ്റെ ഫലം നമ്മിൽ നിന്ന് പുറപ്പെടില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലതൊക്കെ അനുവദിക്കുന്നത്. ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. തൻ്റെ വചനത്താലുള്ള ശുദ്ധീകരണമുണ്ട്, തൻ്റെ ആത്മാവിനാലുള്ള ശുദ്ധീകരണമുണ്ട്. അതും കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുള്ള കാര്യം എന്താ? ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുവദിക്കും. അതെന്തിനാ കഷ്ടങ്ങൾ അനുവദിക്കുന്നത്? ആ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് നമ്മിലുള്ള ആ ആദാമ്യ പ്രകൃതിയാണ്, ആ സ്വഭാവത്തെയാണ് കഷ്ടങ്ങൾ കാർന്ന് തിന്നുന്നത്. അതേസമയം തന്നെ ഈ കഷ്ടങ്ങളുടെ നടുവിലും നമുക്ക് ആ ഡിവൈൻ ക്യാരക്ടർ ലഭിക്കുകയാണ്. ആ സ്വർഗീയ സ്വഭാവത്തിലേക്ക്, ആ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിൻ്റെ നടുവിൽ ഭക്തന്മാരുടെ എല്ലാ ചരിത്രം പഠിക്കുമ്പോൾ, വിശുദ്ധ ബൈബിളിൻ്റെ ആരംഭകാലം മുതൽ, അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ ആരംഭകാലം മുതൽ വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയവരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങൾ, സ്വഭാവ മഹിമകളിലേക്ക് വരുവാനിടയായത് ക്രിസ്തു എന്ന തലയോളം വളരണമെന്നാണ് പറയുന്നത്. ക്രിസ്തു എന്ന തലയോളം വളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മിൽ വരണം എന്നുള്ളതാണ്. തല കാണിക്കുന്നത് അവരുടെ ദിവ്യ സ്വഭാവത്തെയാണ്. അതേസമയം തന്നെ എഫേസ്യ ലേഖനത്തിൽ മറ്റൊരു വാക്യമുണ്ട്, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയണമെന്ന്. അതായത് ദൈവിക മഹിമയിലേക്ക് നാം വരണം, അതിന് പങ്കാളിത്തം വഹിക്കണം. ദൈവിക മഹിമയിലേക്ക് കടന്നു വരുവാനായിട്ട്, പങ്കാളിത്തം വഹിക്കുവാനായിട്ട് നമ്മുടെ മുമ്പിൽ ഏറ്റവും സീരിയസ് ആയിട്ട് കാണുന്നൊരു വാക്യമുണ്ട്. ഏറ്റവും സീരിയസ് ആയിട്ട് കാണുന്ന വാക്യം റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. 2 വാക്യം കൂടെ അങ്ങ് ചേർത്ത് വായിച്ചോ. റോമൻസ് 8:17 and 18. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ പ്രൂണിങ്ങുകളൊന്നും സാരമില്ല, ചെത്തലുകളൊന്നും സാരമില്ല. അവൻ ചെത്തും. വ്യാജന്മാരും വഞ്ചകന്മാരും പലതും പറയും, അവൻ നമ്മെ ചെത്തും. എന്തിനാ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. ആ തേജസ്സിലേക്ക് എങ്ങനെ നടത്തുമെന്നാ 18-ാം വാക്യത്തിൽ കണ്ടത്. നാം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടത്. അങ്ങനെയല്ലേ വായിച്ചത്? അപ്പം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കാണിച്ചു തന്ന മാതൃകയുണ്ട്. ഒരു കാൽച്ചുവട് വെച്ചേച്ചു പോയി. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും. അവരതൊന്നൊരു ദുരന്തമായിട്ടല്ല പറയുന്നത്, അതൊരു ശപിക്കപ്പെട്ട അവസ്ഥയായിട്ടല്ല പറയുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും അവർ ആനന്ദിക്കുകയാണ്. പത്രോസ് അത് എടുത്തെടുത്താ പറയുന്നത്, സന്തോഷിപ്പിനെന്നാ പറയുന്നത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ സന്തോഷിക്കുവിൻ. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളിലൂടെയും സ്വർഗം നമ്മെ നടത്തുമ്പോൾ, ആ സമയത്തൊക്കെ സന്തോഷിക്കാനാണ് പറയുന്നത്, ആനന്ദിക്കാനാണ് പറയുന്നത്. കാരണം എന്താ? ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഉപവസിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ സ്വോത്ര കാഴ്ച കൊടുത്തതുകൊണ്ടോ ഒന്നും തേജസ് ലഭിക്കില്ല. അതിന് ഒറ്റ കണ്ടീഷനേ വെച്ചിട്ടുള്ളൂ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകണം. ക്രിസ്തുവിൻ്റെ മരണത്തോട് നാം ഏകീഭവിച്ചവരാണ്. റോമലേഖനം 6-ാം അധ്യായത്തിലുണ്ടത്. ഇതിപ്പോൾ 8-ാം അധ്യായമാണ് പറഞ്ഞത്. 6-ാം അധ്യായത്തിൽ ആ മരണത്തോട് നാം അനുരൂപരായി തീർന്നു, അല്ലേ? ആ പുനരുത്ഥാനത്തോട് നാം അനുരൂപരായി. അതൊക്കെ കഴിഞ്ഞ് ആ ജീവിതത്തോട് നാം അനുരൂപരാകുകയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് അവൻ ഈ ഭൂമിയിൽ എങ്ങനെ വർത്തിച്ചോ അതേപോലെ തന്നെ നാം ആ ജീവിതത്തോട് അനുരൂപരാകുകയാണ്. ഇവിടെയാണ് ടാബർനാക്കൽ സ്റ്റഡിയൊക്കെ മുമ്പിൽ വരുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതം അടുത്ത് നിന്ന് പഠിക്കുമ്പോൾ ടാബർനാക്കലിൻ്റെ 4 മൂടുശീലകളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനി അധികം പറഞ്ഞാൽ അത് ആവർത്തന വിരസതയാവും. എങ്കിലും ഒറ്റ വാക്ക് പറയാം. അതിൻ്റെ ഏറ്റവും പുറത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ബാഡ്ജേർ സ്കിന്നാണ്. കൂടാരത്തിൻ്റെ ഏറ്റവും പുറത്ത് നിന്ന് കാണുന്നത് തകശുതോലാണ്. ആ തകശുതോൽ കാണിക്കുന്നത് ക്രിസ്തീയ ജീവിതം പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഒട്ടും ആകർഷകത്വം ഉള്ളതല്ല. ക്രിസ്തീയ ജീവിതം വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് ഒരു ആകർഷകമായി തോന്നുന്നില്ല. കാരണം എന്താ? അതങ്ങനെയാണ് തകശുതോലിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. ഒട്ടും മനോഹരമല്ല.
പക്ഷെ അതിനകത്തേക്ക് വരുമ്പോഴാണ്, അടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ മനോഹരത്വം വെളിപ്പെടുന്നത്. അവിടെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം എന്ന് പറയുന്നത്. അപ്പോൾ പുറമെയുള്ള അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ കഷ്ടങ്ങളും ഉപദ്രവങ്ങളും സഹിച്ചിരുന്നു, അല്ലേ? സഫറിങ്സിലൂടെ കടന്നുപോയി, പെർസിക്യൂഷനിലൂടെ കടന്നുപോയി, അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ എല്ലാം നമ്മുടെ കർത്താവ് കടന്നുപോയി. അതേസമയം അതിനകത്ത് ഓരോരോ മൂടുശീലകളുണ്ട്. അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും പറഞ്ഞു വരുമ്പോൾ അതിൽ സമർപ്പണം കാണുന്നു. അതുപോലെ അടുത്തൊരു മൂടുശീലയെക്കുറിച്ച് പറയുമ്പോൾ റാംസ്കീൻ, പിന്നെ റാംസ്കീൻ, ഗോഡ്സ് ഹെയർ, അങ്ങനെ പലതിനെക്കുറിച്ചും പറയും. അങ്ങനെ ഓരോന്നിനെക്കുറിച്ച് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ക്രിസ്തീയ ജീവിതത്തിൽ നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് നിന്ദകളും അപമാനങ്ങളും സഹിച്ചവനാണ്. ഇങ്ങനെ അനവധി കാര്യങ്ങൾ ചേർത്ത് വെച്ച് പറയും. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, ഇതെല്ലാം കൂടെ വെച്ച് പറയും. ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവൻ തേജസ്സിലേക്കാണ് നടക്കുന്നത്. അവൻ ഒരിക്കലും ദുഃഖിക്കുകയല്ല. ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതമല്ലേ? അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയാണ്. അതാണ് മിസ്റ്ററി എന്ന് പറയുന്നത്. അതൊരു വലിയ മിസ്റ്ററിയാണ്. വലിയ കൊടുങ്കാറ്റടിക്കുന്നു, ഓക്കേ, അതിന് നടുവിലും ദൈവ സാന്നിധ്യം. വാക്തത്വങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ. വാക്തത്വങ്ങൾ, വാക്ക് മാറാത്തവൻ, പ്രത്യാശ ജ്വലിച്ചു നിൽക്കുകയാണ്. എപ്പോഴാ? കൊടുങ്കാറ്റടിക്കുമ്പോൾ. പിന്നെ കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളെ എന്നൊക്കെയാണ് പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്നത്. ആശ്വാസമറ്റതുപോലെ തോന്നിപ്പോകും. പക്ഷെ ആ സമയത്തും നമുക്ക് വേണ്ടി ചില തേജസ്സിൻ്റെ കല്ലുകൾ, അല്ലെ നമ്മൾ ആ തേജസ്സിൻ്റെ കല്ലുകളോട് അനുരൂപരായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? മോശ കണ്ട കാഴ്ച എന്താ? മുൾപ്പടർപ്പ് നിന്ന് കത്തുന്നു. മിസ്റ്ററിയാണത്, ഒരു മർമ്മമാണത്. പക്ഷേ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുവദിക്കുമെന്ന് വാക്യങ്ങളുണ്ടെന്നേ. നമ്മുടെ മുമ്പിൽ വാക്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് വാക്യം കൂടെ വേഗം വായിച്ച് അവസാനിപ്പിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം അതിന് 3-ാം അധ്യായം തുറന്നേ. 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം, 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ, വേഴ്സ് 3 and 4, അത് രണ്ടും കൂടി ഒന്ന് വായിച്ചേ. കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ മുൻപ് കൂട്ടി നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ പറഞ്ഞിട്ടുമുണ്ടല്ലോ. ഔവണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പം മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ക്രിസ്തീയ ജീവിതം. തെസ്സലോനിക്കരോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരോട് കൂടെ താനെ കുറേ കാലം സഞ്ചരിച്ചല്ലോ, അവരോട് കൂടെ ചേർന്നിരുന്നു. ആ സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും, നാം നിന്ദകൾ അനുഭവിക്കേണ്ടി വരും. ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂശിൻ്റെ അനുഭവം. എല്ലാവരാലും ത്യജിക്കപ്പെട്ട ഇടമാണ് ക്രൂശ് എന്ന് പറയുന്നത്. പരിത്യജിക്കപ്പെട്ട ഇടം. ഏറ്റവും പ്രിയരായവർ കൂടെ നിന്ന് മാറിപ്പോകുന്ന ഇടമാണ് ക്രൂശ് എന്ന് പറയുന്നത്. അവിടെ ഒരു അപ്പോസ്തലനും കൂടെ നിന്നില്ല, അവിടെ ആരും ചേർന്ന് നിന്നില്ല. ഒരു തുള്ളി വെള്ളത്തിന് ഒരു പത്രോസും വന്നില്ല അവിടെ. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ വെള്ളവുമായിട്ടൊന്നും ഒരു പത്രോസും വന്നില്ല. എല്ലാവരും അകലം വിട്ട് നിന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ക്രൂശ് കാണിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവമക്കൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയണം. അല്ലാതെ നിങ്ങളെ ആനയാക്കും കുതിരയാക്കും എന്ന് പറയുന്ന ഇവന്മാരെല്ലാം സാത്താൻ്റെ ഏജന്റുമാരാണ്. ഞാൻ അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യങ്ങളാണ് എടുത്ത് പ്രസംഗിക്കുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്യങ്ങളല്ലേ ഇത്? വിശുദ്ധ തിരുവെഴുത്തല്ലേ പറയുന്നത്? നാം കഷ്ടം അനുഭവിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നതാണ് പൗലോസ്ലീഹ പറയുന്നത്. വേറെ ഭാഗത്തും പറയുന്നുണ്ടല്ലോ, പത്രോസ് പറയുന്നുണ്ടല്ലോ, അല്ലേ? നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ സന്തോഷിപ്പീൻ, പത്രോസ് പറയുകയാണ്. എല്ലാ അപ്പോസ്തലന്മാരും അത് തന്നെയാണ് പറയുന്നത്. അവർക്കെല്ലാം പറയാനുള്ളതാണ്. അങ്ങനത്തെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗം നേരിട്ട് ഇടപെടുന്ന സമയമാണതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ പരുവപ്പെടുത്തുകയാണ്. ദിവ്യ സ്വഭാവത്തിന് പങ്കാളിത്തം വഹിക്കുകയാണ്. നമ്മൾ അതിലേക്ക് നമ്മെ നടത്തുകയാണ്. നമ്മൾ കർത്താവിൻ്റെ കരത്തിലിരിക്കുമ്പോൾ ആ കരത്തിൽ വെച്ചാണ് നമ്മെ ചെത്തുന്നത്. എൻ്റെ ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. ആ ആട്ടിൻകൂട്ടം എൻ്റെ പിതാവിൻ്റെ കരത്തിലിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ആട്ടിൻകൂട്ടം എൻ്റെ കരത്തിലിരിക്കുകയാണ്. എൻ്റെ കരത്തിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്ക് കഴിയുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ദൈവമക്കൾ ആനന്ദിക്കണം, സന്തോഷിക്കണം. എളുപ്പമല്ലെന്ന് എനിക്കറിയാം. കാരണം ചുറ്റും നോക്കുമ്പോൾ ആ പെന്തിക്കോസ് എന്ത് പറഞ്ഞു, ഈ പെന്തിക്കോസ് എന്ത് പറഞ്ഞു, ആ പാസ്റ്റർ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്,
അതൊക്കെ വെച്ചിട്ട് ആളുകൾ വരും. വചനത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കുക. അവർ ഒരുവൊക്കെ പറയുന്ന കാര്യമൊക്കെ വിട്ടിട്ട് ഇവിടെ വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അത് സംഭവിച്ചെന്നാണ് പറയുന്നത്. ഈ രണ്ട് വാക്യം എടുത്ത് ഇന്ന് പ്രസംഗിക്കുന്ന എത്ര പാസ്റ്റർമാരുണ്ട്? മെയിൻ ലൈൻ പെന്തിക്കോസിൽ ദൈവദാസന്മാർ പ്രസംഗിക്കും. അല്ലാത്തവരെല്ലാം പറയുന്നത് എന്താ? അല്ലാത്ത വിദ്വാന്മാരെന്താ പറയുന്നത്? എന്തെന്നാ നോക്കട്ടെ. അല്ലാത്ത വിദ്വാന്മാരുടെ തലവൻ എന്താ പറയുന്നതെന്ന് നോക്കാം. വളരെ തെറ്റായ ടീച്ചിങ് ആണിത്. ഓ മൈ ഗോഡ്, വളരെ തെറ്റായ ടീച്ചിങ് ആണ്. ദൈവം രോഗം തരുന്നു. ഈ അപ്പോസ്തലന്മാരുടെയൊക്കെ ജീവിതത്തിൽ രോഗാവസ്ഥ വന്നിട്ടില്ലേ? ഇപ്പം നിങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിൽ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ രോഗത്തിൻ്റെ അവസ്ഥകൾ വന്നിട്ടില്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ രോഗത്തിൻ്റെ അവസ്ഥകൾ വന്നിട്ടില്ലേ? അപ്പോൾ അതൊക്കെ എന്താ കാണിക്കുന്നത്? ദൈവം നമ്മളെ കൈവിട്ട് കളഞ്ഞു എന്നാണോ അതിലൂടെ ചിന്തിക്കേണ്ടത്? അങ്ങനെയാണോ ചിന്തിക്കുന്നത്? രോഗം വരില്ല, ദൈവം അത് അനുവദിക്കില്ല എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ മായലോകത്തായി പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴാണ് തകർന്നു പോകുന്നത്. ഗുഡ് ബൈ. വിശ്വാസ ജീവിതം വിട്ടിട്ട് നിരീശ്വരവാദത്തിലേക്കൊക്കെ പോകുന്നത് അങ്ങനെയാണ്. ഇങ്ങനത്തെ അരക്കെറുക്കന്മാരുടെ പ്രസംഗം കേൾക്കുന്ന ആൾക്കാരാണ് ഈ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത്. ഇവർ മോഹന സുന്ദര വാഗ്ദാനങ്ങളാണ് വെക്കുന്നത്. പക്ഷെ അത് ഇവർക്ക് ധനം വരുന്നുണ്ട്, സാധാരണക്കാരന് അതൊന്നും വരുന്നില്ല. അവർ നോക്കുമ്പോൾ തകർച്ചകളും ഈ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇതെല്ലാം വഞ്ചനയാ, തെറ്റ, ഇവന്മാരെല്ലാം പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞ ആളുകൾ പോകുന്നത്. അങ്ങനെ പുറത്തുപോയ പലരോട് സംസാരിച്ചിട്ടുള്ളൊരു ദൈവദാസനാണ് ഞാൻ. മനസ്സിലാക്കിക്കോ. എന്തുകൊണ്ടാണ് ഇത്ര കർക്കശമായി പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇത്തരക്കാരുടെ ഇടയ്ക്ക് പോയി ഇവരുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കേട്ട് തകർന്ന് തരിപ്പണമായി വെളിയിൽ പോയ ആളുകൾ അവരോട് സുവിശേഷം പറയാൻ നമ്മൾ ചെന്നാൽ അവൻ ചൂലുമായിട്ടാണ് വരുന്നത്. ഓർഡറാന്നാണ് പറയുന്നത്. നിന്റെ സൂചിയൊന്നും കേൾക്കണ്ട, പറ്റിപ്പീസുകാരാ തട്ടിപ്പുകാരാന്നൊക്കെയാണ് വിളിക്കുന്നത്. നമ്മളാ മനുഷ്യരുടെ എന്നതാ തട്ടിച്ചത്? വേറൊരുത്തൻ മുന്നമേ തട്ടിക്കാൻ നോക്കി. അതാണ് അവരുടെ ദേഷ്യം. ഇതൊന്നും അപ്പോസ്തലികമായ ടീച്ചിങ് അല്ല. ഇതൊന്നും ദൈവവചനത്തിന് നിരക്കുന്ന കാര്യമല്ല. നമ്മുടെ ദൈവം നമ്മെ പണിയാനല്ലേ വിളിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ സഭയെ ചെത്തുമെന്നാണ് പറഞ്ഞത്. ഫിലിപ്പിൻ്റെ കൈസരിയെ വെച്ച് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ സഭയെ ചെത്തും. നിങ്ങളങ്ങനെ വായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ബൈബിളിലുണ്ടോ അങ്ങനെ? എൻ്റെ ബൈബിളിലുണ്ട്. തൻ്റെ ശിഷ്യന്മാരെ എല്ലാം നിർത്തിക്കൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ ചെത്തും. ഇപ്പോൾ പലരും ചിന്തിക്കായിരിക്കും അങ്ങനെ വാക്യമുണ്ടോ എന്ന്. അങ്ങനെയുണ്ട്. സഭ എന്നുള്ളത് എന്താണെന്ന് പഠിക്കണം. സഭയ്ക്ക് വിവിധ ഉപമാനങ്ങളുണ്ട്. അതിലൊന്നാണ് സഭ ദൈവത്തിൻ്റെ തോട്ടം അഥവാ കൃഷി എന്നുള്ളത്. ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ ദൈവത്തിൻ്റെ നഗരമാണ് സഭ, ദൈവത്തിൻ്റെ ആലയമാണ് സഭ. അത് രണ്ടും വെച്ചിട്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും. ആ രണ്ട് കാര്യത്തിനാണ് എക്സ്പ്ലനേഷൻ വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ? തോട്ടം എന്ന വിഷയത്തിലാണ്. അതേസമയം ഞാൻ എൻ്റെ സഭയെ ഒരുക്കും. അതെന്താ കാണിക്കുന്നത്? കർത്താവിൻ്റെ സഭയൊരു മണവാട്ടി എന്നുള്ളതാണ് ആ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വരുന്നത്. ഞാൻ എൻ്റെ മണവാട്ടിയെ ഒരുക്കും. കറയും ചുളുക്കവും കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ നമ്മൾ പറഞ്ഞത്, ചുളുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇസ്തിരിപ്പെട്ടി ചൂടാക്കുമെന്ന് അല്ലേ? നമ്മളത് എന്താ ചെയ്യുന്നത്? ചിരട്ടയൊക്കെ കണ്ടിട്ടുണ്ടോ? തമ്പുരാനറിയാം. ചിരട്ട ഇട്ട് കത്തിക്കും. എന്നിട്ട് നല്ല ചൂട് പിടിക്കുമ്പോൾ നല്ല കനമുള്ള തേപ്പ് പെട്ടി അഥവാ ഇസ്തിരിപ്പെട്ടി ഈ തുണിയുടെ മുകളിലൂടെ ഇങ്ങനെ ഓടിക്കും. തുണി പറയും, മതി നിർത്തിക്കോ. ഞാൻ തങ്കുച്ചായനോട് ഇപ്പോൾ പറയുന്നത്, ഏത് മങ്കുച്ചായനോട് പറഞ്ഞിട്ടും കാര്യമില്ല, നിൻ്റെ ചുളുക്കം നിവർത്തണം. മങ്കുച്ചായനാണോ നിനക്ക് വില കൊടുത്തത്? ഒരച്ചായനും അല്ല വില കൊടുത്തത്. വില കൊടുത്തവൻ ഇസ്തിരി ഇടും. അതിൻ്റെ കാരണം എന്നാ? അന്നാളിൽ അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കറയും ചുളുക്കവും മാലിന്യം ഒന്നും പാടില്ല. അതിനാണ് ഇന്ന് തൻ്റെ ദാസന്മാരിലൂടെ വചനം പ്രസംഗിക്കുന്നത്. വചനം പ്രസംഗിക്കുന്നത് എന്തിനാ? വചനത്തിലൂടെ എന്താ പത്രോസ് മുന്നറിയിപ്പ് കൊടുത്തത്? അഗ്നിശോധനയെങ്കിലൊരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് ഭാരപ്പെടരുത്, ഭയപ്പെടരുത്. അതൊക്കെ സംഭവിക്കും. ഇസ്തിരിപ്പെട്ടി കറ, ചുളുക്കം, മാലിന്യം, വാട്ടം. അപ്പോൾ അത് ഓരോന്നും പറയും. കറ കളയാൻ എന്താ ചെയ്യുന്നത്? കറ കളയാൻ കല്ലേലെടുത്ത് വെച്ചിട്ട് അങ്ങ് അടിക്കും. അങ്ങനെയല്ലേ? ചാരവെള്ളത്തിൽ തുണിയിടും. പണ്ട് കാലത്തെ അലക്കുകാരെങ്ങനെയാണ് ചെയ്യുന്നത്? ചാരവെള്ളത്തിൽ കൊണ്ടുപോയി ഇടും. എന്നിട്ട് കല്ലിൽ അടിക്കും. ആ അടിക്കുന്ന കാര്യമാണ് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞതേ ഉള്ളൂ ചെത്തൂന്ന്.
ഈ കറ കളയാൻ വേണ്ടി, ഈ ചുളുക്കം മാറ്റാൻ വേണ്ടി, ഈ വാട്ടവും കോട്ടവും ഒക്കെ മാറ്റാൻ വേണ്ടി ദൈവം പലവിധമായ അനുഭവങ്ങളിലൂടെ കടത്തിവിടും. ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യം നാം കൂടുതൽ അനുഭവിക്കുകയാണ്. അങ്ങനെ കർത്താവിനോട് കൂടുതൽ ചേരുകയാണ്, പറ്റി ചേരുകയാണ്, ആ സാമീപ്യം അനുഭവിക്കുകയാണ്, ആ സ്വരം കേൾക്കുകയാണ്, ആ ശബ്ദം, ആ ഗന്ധം, അല്ലേ? അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, കനത്ത വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്തവൻ, എന്തിനാ വീണ്ടെടുത്തത്? സാത്താനെ തട്ടിക്കളിക്കാനാണോ? ആർക്ക് തട്ടിക്കളിക്കാനല്ല, തൻ്റെ മണവാട്ടിയെ കനത്ത വില കൊടുത്ത് അവസാന തുള്ളി രക്തവും കൂടെ ഊറ്റിയില്ലേ, പിന്നെ കുത്തിയപ്പോൾ വന്നത് വെള്ളമാണ്. അങ്ങനെ വില കൊടുത്ത് വീണ്ടെടുത്തത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് കളിക്കാനുള്ളതാണോ? വലിയ പദ്ധതികൾക്കും ഉദ്ദേശങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നമ്മെ തേജസ്സിലേക്ക് നടത്താൻ ദൈവം വിഭാവന ചെയ്ത കാര്യങ്ങളാണിത്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്. നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. പത്രോസും പൗലോസും യോഹന്നാനും ഒക്കെ അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ കർത്താവ് പറയാണ്, ഞാൻ ചെത്തി വെടിപ്പാക്കും. എന്തിനാ? അധികം ഫലം കായ്ക്കേണ്ടതിന്. അപ്പം ഞാനിതെല്ലാം ഓടിച്ചാ പറഞ്ഞു. അതിൻ്റെ ബാക്കി അടുത്ത ദിവസം ദൈവം സഹായിച്ച് നമുക്ക് ചിന്തിക്കാം. ഇനി താഴേക്കും ആ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോകണം. സഹോദരങ്ങളെ, പൊതുവായി പറയുകയാണ്, ഇത്തരം പ്രസംഗങ്ങളാണ് ഇന്ന് പെന്തിക്കോസ് ലോകത്ത് മുഴങ്ങുന്നത്. ഇത്തരം പ്രസംഗങ്ങളാണ്. യോഹന്നാൻ 15 ഡിനേ ചെയ്യുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളെയും മറിച്ചു കളയുകയാണ്, വചനത്തിൽ കൂട്ടുചേർക്കുകയാണ്. ആയിരങ്ങളാണ് നാശത്തിലേക്ക് പോകുന്നത്. ഇത്തരം കൂട്ടുകെട്ടുകളിൽ സഞ്ചരിക്കുന്ന ഒറ്റയൊരുത്തരും നിത്യത കാണില്ല. കുറിച്ചു വെച്ചോ. ഇത്തരം കൂട്ടുകെട്ടിലൊക്കെ നടക്കുന്നവർ പലരും പറയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പല സഹോദരങ്ങളും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ ഓർക്കുക, പാസ്റ്ററെ അവരുടെ കൂടെയൊക്കെ പോയി ആളുകൾ വിശ്വാസത്തിൽ വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് അവരെ കൂടുതൽ നന്നായിട്ട് പഠിപ്പിക്കാമെന്ന്. അങ്ങനെ ദൈവത്തിന് ഡബിൾ സ്റ്റാൻഡേർഡ് ഇല്ല, 2 വഴികളില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. കറക്ക് കമ്പനി വഴി വന്നിട്ട് പിന്നെ നമുക്ക് നന്നാക്കിയെടുക്കാം. അങ്ങനത്തെ ഒരു ഇടപാടില്ല. നേരെ ഇങ്ങ് കൊണ്ടുവരാമല്ലോ. പിന്നെ എന്തിനാ കറക്ക് കമ്പനികളുടെ അടുത്ത് വിടുന്നത്? സത്യസുവിശേഷം പ്രസംഗിച്ച് ജനത്തെ ദൈവരാജ്യത്തിൽ കൊണ്ടുവന്ന് അവരെ നല്ല നിലയിൽ ശുശ്രൂഷിക്കുക. സമർപ്പണമുള്ള ദൈവദാസന്മാർ രംഗത്ത് വരണമെന്നേ. പ്രാർത്ഥിക്ക്. ആയിരക്കണക്കിന് ദൈവദാസന്മാർ, കൊയ്ത്തധികമുണ്ട്. കൊയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ബാക്കിയോ? കൊയ്ത് കൊണ്ടുവന്നിട്ട് ബാക്കി കാര്യങ്ങൾ കൂടെ ഉണ്ടെന്നേ. അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെയൊക്കെ അഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അതിന് വെള്ളവും പുല്ലും കൊടുക്കണം. ഇതിന് വെള്ളവും പുല്ലും കൊടുക്കണ്ടേ? ഇത് ഒരു വല്ലാത്ത പരുവത്തിലാണ് പോകുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സത്യോപദേശവും പത്യോപദേശവും പറയുന്ന ദൈവദാസന്മാർ അനേകർ എഴുന്നേൽക്കണം. അവർ തിമോഥെയോസിന്റെ ലേഖനത്തിൽ നിന്ന് പ്രസംഗിക്കണം. അവർ യോഹന്നാൻ 15 നിന്ന് പ്രസംഗിക്കണം. അവർ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് പ്രസംഗിക്കണം. ദൈവവചനത്തിൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി പ്രസംഗിക്കണം. ഇതിനകത്തൊരു വള്ളിയോ പുള്ളിയോ മാറ്റി വയ്ക്കാനില്ല. ഇതിനകത്ത് ഒരു കാര്യവും മാറ്റാനില്ല. ഇതെല്ലാം നമ്മൾ ഭക്ഷിക്കണം. ഇപ്പോൾ വിദേശത്തുള്ളവർക്കറിയാം, വിശേഷിച്ച് മിഡിൽ ഈസ്റ്റിലുള്ളവർക്കറിയാം. അവിടെ അറബികളുടെ ചായക്കടയിൽ ചായ കുടിക്കാൻ കയറി കഴിയുമ്പോൾ, അറബികളുടെ ചായക്കട കണ്ടിട്ടുണ്ടല്ലോ, ആ ചായക്കടയിൽ പോയി ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുമ്പോൾ വലിയ കുഴിമന്തിയും മറ്റേ മന്തിയൊക്കെ ഇങ്ങനെ മുമ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ കുറേ ചപ്പ് ചവറൊക്കെ കൊണ്ടുവയ്ക്കും. ഈ അറബികളെ സംബന്ധിച്ച് അവർ വളരെ സീരിയസ് ആയിട്ടാണ് അതിൻ്റെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അവരുടെ ചട്നികളുണ്ട്, എൻ്റെ പേരെല്ലാം ഞാൻ മറന്നുപോയി. ആ സാധനങ്ങളെല്ലാം തൊട്ടുകൂട്ടും. അല്ല ചുമ്മാ കുറേ കോഴീനെയോ ആടിനെയോ ഇങ്ങനെ എടുത്ത് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയല്ല. അതിനൊരു കറക്റ്റ് അതിൻ്റെ ഒരു ഡയറ്റീഷ്യൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പോലെയാ. ഡയറ്റീഷ്യനൊന്നുമില്ല, അവർക്കറിയാം, വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ. അതങ്ങനെയാണ് ഭക്ഷിക്കുന്നത്. ആ കൂട്ടത്തിൽ ഈ ചപ്പും ചവറും ഒക്കെ. സാലഡുകൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാലഡുകളല്ല, അവരങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ആ ഇലകളെല്ലാം ഭക്ഷിക്കും. അപ്പോഴാണിത് കറക്റ്റ് ബാലൻസ് ചെയ്തു പോകുന്നത്. അങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആരോഗ്യത്തോടെ അവർ ആ മരുഭൂമി ജീവിച്ചു പോകുന്നത്. ആ മരുഭൂമി ജീവിക്കാനുള്ള കറക്റ്റ് കാര്യങ്ങളാണ് ആ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്നത്. തണുപ്പ് കാലത്ത് പിടിച്ചു നിൽക്കണം, വേനൽക്കാലത്ത് കൊടും ചൂടിൽ പിടിച്ചു നിൽക്കണം. അതിനുള്ള ഭക്ഷണമാണ്, അതിനുള്ള രീതിയിലാണ് അവർ ആ ഭക്ഷണം കഴിക്കുന്നത്. ആ രീതിയിലാണ് ഇതിനകത്ത് ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അല്ല നിന്റെ സൗകര്യത്തിന് പ്രസംഗിക്കാനുള്ളതല്ലത്, കേട്ടോ. അല്ല നിങ്ങളെ ഓരോരുത്തരുടെ സൗകര്യത്തിനല്ല ശുശ്രൂഷകർ പ്രസംഗിക്കേണ്ടത്. ഇതിൻ്റെ മുക്കും മൂലയിലും സാലഡ് ഇരിപ്പുണ്ടാവും, ചട്നി ഇരിപ്പുണ്ടാവും, അങ്ങനെ ഓരോരോ സാധനം വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിക്കണം, എല്ലാം കഴിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആരുടെ കൂടെ ഭക്ഷണം കഴിച്ചപ്പോൾ, അല്ല അത് കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു.
അതെങ്ങനെയാ ആ ഭക്ഷണ രീതിയിൽ അത് വളരെ അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ബാലൻസിങ്ങിന്, അതിൻ്റെ ദഹനത്തിന് വേണ്ടി ആ കാര്യം ഒഴിവാക്കാൻ പറ്റില്ലെന്നേ. അതാ കൂടെ നിർബന്ധമായിട്ടും വേണം, അത് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സഹോദരങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കിയാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു വാക്യം വേണ്ടാന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഓർത്തോ, നിങ്ങളുടെ ബിരുദ തെറ്റുന്നത്. ഇതിലെ മുക്കും മൂലയും അരിച്ചു പെറുക്കി പ്രസംഗിക്കണം. ഇതിൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി പ്രസംഗിക്കണം. ഇതെല്ലാം ദൈവമക്കളുടെ ഉള്ളിലേക്ക് വരണം. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ബലപ്പെടണമെങ്കിൽ ഇതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കണം, സന്തോഷത്തോടെ സ്വീകരിക്കണം. എൻ്റെ ആത്മീയ ബലത്തിന് വേണ്ടി, എൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി, എന്നെ തേജസ്സിലേക്ക് നടത്താൻ വേണ്ടി, എന്നെ ആ സ്വരൂപത്തിലേക്ക് നടത്താൻ വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ദൈവവചനത്തിന് മുമ്പാകെ വിറയ്ക്കുന്നവരായി നമുക്ക് തീരാം. 66 സങ്കീർത്തനത്തിൻ്റെ 10, 11, 12 വാക്യങ്ങളും കൂടെ വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സമയം പോയതുകൊണ്ട് ഞാൻ വിടുകയാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇതിൻ്റെ ഒരു തുടർച്ച പോലെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയേണ്ടതുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച ഒരു സമ്പൂർണ്ണമായ പൂർത്തീകരണത്തിലേക്ക് വരാം. ഇന്ന് ഭാഗികമായി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരായി നാം എല്ലാം മാറേണ്ടതുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.